ഹലോ എവരിവൺ, എൻ്റെ പേര് മുഹമ്മദ് ആരിഫ് നിസാമുദ്ദീൻ. ഞാനിവിടെ എയിംസ് നാഗ്പൂരിൽ ഫൈനൽ ഇയർ സ്റ്റുഡൻ്റ് ആണ്. ഞാൻ നീറ്റ് 2020 എഴുതിയാണ് ഇവിടെ കയറിയത്. ഇന്നത്തെ റാങ്ക് എന്ന് പറയുന്നത് 3075 ആയിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് പറയുന്ന ഈ ചാപ്റ്ററാണ്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഇവിടുത്തെ ഫസ്റ്റ് ഹെഡിങ് എന്ന് പറയുന്നത് വൈ ഡു വി നീഡ് ടു ക്ലാസിഫൈ എലമെന്റ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എന്താ നോക്കാം. We know by now that the elements are the basic units of all types of matter. എല്ലാ മാറ്ററിന്റെയും ബേസിക് യൂണിറ്റ് എന്ന് പറയുന്നത് ഓരോ എലിമെന്റ്സ് ആണ് നമുക്കറിയാം. In 1800 only 31 elements were known. 1800 31 എലിമെന്റ്സ് നമുക്ക് അറിയാറുള്ളൂ. 1865 ആയപ്പോൾ എന്തായി, അത് ഡബിൾ ചെയ്ത് ഏകദേശം 63 ആയിട്ട് ഉയർന്നു. പിന്നെ പറയുന്നു അറ്റ് പ്രസന്റ് 114 എലിമെന്റ്സ് ആണ്. 114 ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിളിൽ 118 ഉണ്ട്. അതിനുശേഷവും കുറെ എലിമെന്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്, അത് നമുക്ക് അപ്ഡേറ്റ് ആയിട്ടില്ല. അത്ര എലിമെന്റ്സ് ഇപ്പോഴും ഉണ്ട്. ഓഫ് ദം ദി റീസെന്റ് ഡിസ്കവർഡ് എലിമെന്റ്സ് ആർ മാൻമെയ്ഡ്. അപ്പൊ നമ്മൾ അടുത്തിടെ കണ്ടുപിടിച്ച എലിമെന്റ്സ് എല്ലാം എന്താണ്, മനുഷ്യ നിർമ്മിതമായിരുന്നു. എഫേർട്സ് ടു സിന്തസൈസ് ന്യൂ എലിമെന്റ്സ് ആർ കണ്ടിന്യൂ. ഇപ്പൊ പുതിയ എലിമെന്റ്സ് കണ്ടുപിടിക്കാനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. With such a large number of elements, it is very difficult to study individually the chemistry of all these elements and their innumerable compounds individually. അപ്പൊ എന്താണ് ഇത്രയും നമ്മൾ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ 118 എലമെന്റ് ഉണ്ട്. അപ്പം ഈ 118 എലമെന്റിന്റെയും പ്രോപ്പർട്ടീസ് നമ്മൾ ഇൻഡിവിജ്വൽ ആയിട്ട് സ്റ്റഡി ചെയ്യാനും മാത്രമല്ല അവരുണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെയൊക്കെ വേറെ വേറെ നമുക്ക് സ്റ്റഡി ചെയ്യാനും എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമില്ല. അപ്പൊ അതിനുവേണ്ടി നമ്മൾ എലമെന്റ്സിനെ സിസ്റ്റമാറ്റിക് വേയിൽ നമ്മൾ ഓർഗനൈസ് ചെയ്ത് എന്താണ് ഒരേ പ്രോപ്പർട്ടീസ് ഉള്ളവരൊക്കെ ഒരു സ്ഥലത്ത് നിർത്തി ബാക്കിയുള്ളവർ വേറെ സ്ഥലത്ത് നിർത്തി നമ്മൾ ഓർഗനൈസ് ചെയ്ത് പഠിക്കുമ്പോൾ പഠനം വെച്ച് കൂടെ എളുപ്പമാവും. അപ്പൊ അവരെ കുറിച്ച് പഠിക്കുന്നത് എളുപ്പമാക്കാൻ വേണ്ടിയാണ് നമ്മൾ എലമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്തെന്നാണ് പറയുന്നത്. To ease out this problem, scientists research for a systematic way to organize their knowledge by classifying the elements. അപ്പം ആ പഠനം എളുപ്പമാക്കാൻ വേണ്ടി എലിമെന്റ്സിനെ ക്ലാസിഫൈ ചെയ്യുന്ന ഒരു മെത്തേഡ് തപ്പിക്കൊണ്ടിരുന്നു ആ സമയത്ത്. Not only that, it would rationalize non-chemical facts about elements, but even predict new ones for undertaking further study. മാത്രമല്ല എന്താണ് നമുക്ക് ആ എലിമെന്റ്സിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങൾ എന്താണ് അത് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നവരോട് എക്സ്പ്ലെയിനിങ് ചെയ്യും. മാത്രമല്ല ഇനി കണ്ടുപിടിക്കാനുള്ള പ്രോപ്പർട്ടീസ് നമുക്ക് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യുന്നതിലൂടെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റും. അതാണ് എൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത്. ഇനി നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിളിലേക്ക് എങ്ങനെയാണ് എത്തിയത്, അതാണ് ജനസിസ് ഓഫ് പീരിയോഡിക് ക്ലാസിഫിക്കേഷൻ പറയുന്നത്. ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ഇൻ ഗ്രൂപ്സ് ആൻഡ് ഡെവലപ്മെന്റ് ഓഫ് പീരിയോഡിക് ലോ ആൻഡ് പീരിയോഡിക് ടേബിൾ ആർ ദി കോൺസിക്വൻസസ് ഓഫ് സിസ്റ്റമൈസൈസിംഗ് ദി നോളജ് ഗെയിൻ ബൈ നമ്പർ ഓഫ് സയന്റിസ്റ്റ് ത്രൂ ദർ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റ്സ്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പുതിയ ഏറ്റവും നമ്മൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിളിലും അതിന്റെ പീരിയോഡിക്കിലേക്ക് എത്താൻ വേണ്ടി ഒരുപാട് സയന്റിസ്റ്റ് അതിനുവേണ്ടി പ്രയത്നിച്ചു. അപ്പൊ അതില് ഈ മോഡൽ വരുന്നതിന് മുമ്പ് ഒരുപാട് മോഡൽസ് വന്നു. ഇപ്പൊ എന്താണ് സയന്റിസ്റ്റ് ഒരുപാട് എക്സ്പെരിമെന്റ്സ് ഒക്കെ നടത്തിയാണ് ഇതിലേക്ക് എത്തിയതെന്നാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഇവിടെ പറയുന്ന ആരെ കുറിച്ചാണ്, ജോഹാൻ ഡോബറിനെ കുറിച്ചാണ്. ഡോബറിൻ in the early 1800s was the first to consider the idea of trends among properties of elements. അപ്പൊ ഡോബറിനാണ് ഇങ്ങനെ എലിമെന്റ്സിനിടയിൽ ഇതാണ് ഒരു ട്രെൻഡ് വെച്ചാൽ പ്രോപ്പർട്ടീസിൽ ഒരു സിമിലാരിറ്റി കണ്ടുപിടിക്കാൻ പറ്റി ചില എലിമെന്റ്സിന്റെ പ്രോപ്പർട്ടീസ്. അപ്പൊ അത് ആദ്യം ഐഡന്റിഫൈ ചെയ്തത് ജോഹാൻ ഡോബറിനറാണ്. ബൈ 1829 എന്താണ് ഹി നോട്ടഡ് സിമിലാരിറ്റി എമംഗ് ദി ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് സെവറൽ ഗ്രൂപ്പ്സ് ഓഫ് 3 എലമെന്റ്സ്. ഇപ്പൊ 3 എലമെന്റിന്റെ കുറെ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിട്ട് അതിൽ 3 എലമെന്റ്സിന്റെ എന്താണ് ഓരോ ഗ്രൂപ്പിലുള്ള 3 എലമെന്റ്സിനും സിമിലർ പ്രോപ്പർട്ടീസ് അയാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റി. അപ്പൊ ആ 3 എലമെന്റ് ഉള്ള ഗ്രൂപ്പിനെ അയാൾ വിളിച്ചത് എന്താണ്, ട്രയാഡ് എന്നാണ് വിളിച്ചത്. In each case, he noticed that the middle element of each of the triads had an atomic weight about halfway between the atomic weights of the other two. പറയുന്നത് എന്താണ്, ഓരോ ഗ്രൂപ്പിലുള്ള നടുക്കത്തെ എലമെന്റ് 3 എലമെന്റ് കാണില്ല, അതിൽ നടുവിലുള്ള എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റ് എന്ന് പറയുന്നത് ബാക്കി രണ്ട് എലമെന്റിന്റെ അറ്റോമിക് വെയിറ്റിന്റെ ആവറേജ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റ് ഗ്രൂപ്പ് ഇതൊരു ട്രയാഡാണ് ഡോബറിനറിന്റെ. അപ്പൊ അതിനകത്ത് എന്താണ് സോഡിയത്തിന്റെ അറ്റോമിക് വെയിറ്റ് ഇവിടെ കൊടുത്തേക്കുന്നത് 23 ആണ്. ഓക്കെ, അപ്പൊ അതെന്താണ് പറയുന്നത്, ബാക്കി 2 എലമെന്റ്സിന്റെ ആറ്റോമിക് വെയിറ്റിന്റെ ആവറേജ് എടുത്താൽ നടുക്കത്തെ എലമെന്റ് കിട്ടും എന്നാണ് പറയുന്നത്. അപ്പം ലിഥിയത്തിന്റെയും പൊട്ടാസ്യത്തിന്റെയും ആറ്റോമിക് വെയിറ്റിന്റെ ആവറേജ് എടുത്ത് 39 + 7/2 വരും എന്ന് വെച്ചാൽ 46/2 23 നടുക്കുള്ള എലമെന്റിന്റെ ആറ്റോമിക് വെയിറ്റ് ആയി. അപ്പൊ അതാണ് പറയുന്നത്. ഓൾസോ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി മിഡിൽ എലമെന്റ് വേറിംഗ് ബിറ്റ്വീൻ ദോസ് ഓഫ് ദി അതർ ടു. മാത്രമല്ല നടുക്കുള്ള ആളുടെ പ്രോപ്പർട്ടി, ഓരോ പ്രോപ്പർട്ടി നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ അതിന്റെ പ്രോപ്പർട്ടിയുടെ വാല്യൂ എന്ന് പറയുന്നത്
ബാക്കി രണ്ടുപേരുടെയും പ്രോപ്പർട്ടിയുടെ നടുക്കുള്ള വാല്യൂ ആയിരിക്കും വരുന്നത്. Since Dobrynin's relationship referred to as the law of triad seem to work only for a film എന്നാണ്. ഇപ്പം ഇങ്ങനെ 3 പേരെ അറേഞ്ച് ചെയ്ത് എന്താണ് പറയുന്നത്, നടുക്കുള്ള ആളുടെ പ്രോപ്പർട്ടി ബാക്കി രണ്ടുപേരുടെ ഇടയിൽ വരുന്നതായിരിക്കും എന്ന് പറയുന്ന ആ ലോയിനെ അയാൾ വിളിച്ചത് ലോ ഓഫ് ട്രയഡ്സ് എന്നാണ്. പക്ഷെ അതിന്റെ പ്രശ്നം എന്താണ്, അത് കുറച്ച് എലമെന്റ്സിനെ അത് വർക്ക് ചെയ്തു. സീം ടു വർക്ക് ഓൺലി ഫോർ എ ഫ്യൂ എലമെന്റ്സ്. അതുകൊണ്ട് ആ ഐഡിയ നമ്മൾ ഫോളോ ചെയ്തില്ല, നമ്മളവിടെ വിട്ടുകളഞ്ഞു. അടുത്ത അറ്റംപ്റ്റ് വന്ന ആരാണ്? AEB ഡി ചാങ്കർട്ടോയ്സ് ആണ് അടുത്ത് കൊണ്ടുവന്നത്. ഒരു ഫ്രഞ്ച് ജിയോളജിസ്റ്റ് ആയിരുന്നു. 1862 അയാൾ എന്ത് ചെയ്തു? ഈ അറേഞ്ച് ദി ദെൻ നോൺ എലമെന്റ്സ് ഇൻ ഓർഡർ ഓഫ് ഇൻക്രീസിംഗ് അറ്റോമിക് വെയ്റ്റ്സ് ആൻഡ് മേഡ് എ സിലിണ്ടറിക്കൽ ടേബിൾ ഓഫ് എലമെന്റ്സ് ടു ഡിസ്പ്ലേ. അപ്പൊ എന്താണ്, അയാൾ എലമെന്റ്സിന് ഇൻക്രീസിംഗ് അറ്റോമിക് വെയിറ്റിൽ എന്താണ് ഒരു സിലിണ്ടറിക്കൽ ടേബിൾ ഉണ്ടാക്കി. അപ്പൊ ടേബിൾ ടെക്സ്റ്റ് ഇല്ല, അതുകൊണ്ട് നമ്മൾ എക്സ്ട്രാ നമ്മൾ ഇങ്ങനെ എടുത്ത് കണ്ടുകൊണ്ടുള്ളൂ. അറ്റോമിക് വെയിറ്റ് ഇൻക്രീസിംഗ് ഓർഡറിൽ അയാൾ ഒരു സിലിണ്ടറിന്റെ ഫോമിൽ അയാൾ ടേബിൾ ആക്കി മാറ്റി. ടു ഡിസ്പ്ലേ ദ പീരിയോഡിക് റിക്കറൻസ് ഓഫ്, അപ്പൊ ഈ ടേബിളിൽ എന്താണ് പീരിയോഡിക് റിക്കറൻസ് ഓഫ് പ്രോപ്പർട്ടീസ് ഉണ്ടാവുന്നുണ്ട്. ഇൻക്രീസിംഗ് വെയിറ്റിൽ നമ്മൾ അറേഞ്ച് ചെയ്തപ്പോൾ പ്രോപ്പർട്ടീസ് ഒരു സർട്ടൻ നമ്പർ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. ദിസ് ഓൾസോ ഡിഡ് നോട്ട് അട്രാക്ട് മച്ച് അറ്റൻഷൻ. ഇതും എന്താണ് അത്രയ്ക്ക് അങ്ങോട്ട് സക്സസ് ആയില്ല ഈ മോഡൽ എന്ന് പറയുന്നത്. ദി ഇംഗ്ലീഷ് കെമിസ്റ്റ് ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്, അടുത്ത ആൾ വരുന്ന ആരാണ്? ജോൺ അലക്സാണ്ടർ ന്യൂലാൻഡ്സ്. 1865 എന്താണ് അയാൾ ലോ ഓഫ് ഒക്ടേവ്സ് കൊണ്ടുവന്നു. അറേഞ്ച് ദി എലിമെന്റ്സ് ഇൻ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക്. ഇപ്പൊ ഇവിടെ എന്താണ്, ഇവിടെ ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോമിക് വെയ്റ്റ്സ് ആണ് ചെയ്യുന്നത്. ആൻഡ് നോട്ടഡ് ദാറ്റ് എവറി 8th എലമെന്റ് ഹാഡ് പ്രോപ്പർട്ടീസ് സിമിലർ ടു ദി ഫസ്റ്റ് എലമെന്റ്. ഇപ്പം ഇൻക്രീസിംഗ് ഓർഡർ അറ്റോമിക് വെയിറ്റ് ഇൻക്രീസിംഗ് ഓർഡർ അറേഞ്ച് ചെയ്തപ്പോൾ അയാൾക്ക് കാണാൻ പറ്റി എന്താണ്, ഓരോ 8ാമത് വരുന്ന എലമെന്റ് ഫസ്റ്റ് എലമെന്റുമായിട്ട് സിമിലാരിറ്റി ഉണ്ടെന്ന് അയാൾക്ക് കണ്ടുപിടിക്കാൻ പറ്റി. The relationship was just like every 8 note that resembles the first in octaves of music. എന്താണ് മ്യൂസിക്കിൽ ഫസ്റ്റ് നോട്ട് റിസംബിൾ ചെയ്യുന്ന നോട്ടാണ് 8ാമത്തെ നോട്ട് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ലോ ഓഫ് ഒക്ടേവ്സ് എന്ന് അയാൾ വിളിച്ചത്. ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് സീം ടു ബി ട്രൂ ഓൺലി ഫോർ എലമെന്റ്സ് അപ് ടു കാൽഷ്യം. കാൽഷ്യം വരെയുള്ള എലമെന്റ്സിനെ എന്താണ് ഈ ഓർഡർ അയാൾക്ക് ഒബ്സർവ് എന്താണ് ഈ ഒരു റിക്കറൻസ് അയാൾക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റുള്ളൂ. Although his idea was not widely accepted at that time, he for his work was later awarded Davy Medal. ആ സമയത്ത് ഇത് അത്ര അക്സെപ്റ്റ് ആയിട്ടില്ല. പിന്നെ ഓരോ വർഷങ്ങൾക്ക് ശേഷം അയാൾക്ക് ഈ കണ്ടുപിടുത്തത്തിന് ഡേവി മെഡൽ കൊടുത്തെന്നാണ് പറയുന്നത്. The periodic law as we know it today owes its development to the Russian chemist. അപ്പൊ ഇന്ന് നമ്മൾ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ലോ അപ്പൊ അത് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചാലാണത് മെൻഡലീവ് ആൻഡ് ദി ജർമ്മൻ കെമിസ്റ്റ് ലോതർ മേയർ. അപ്പൊ ഇവർ രണ്ടുപേരുടെയും കോൺട്രിബ്യൂഷൻസ് ആണ് എന്താ നമ്മുടെ മോഡേൺ പീരിയോഡിക് ലോയിലേക്ക് എത്തിച്ചത്. മെൻഡലീവും ലോതർ മേയറും വർക്കിംഗ് ഇൻഡിപെൻഡന്റ്ലി ബോത്ത് ദ കെമിസ്റ്റ് ഇൻ 1869 proposed that on arranging elements in the increasing order of their atomic weights similarities appear in physical and chemical properties at regular intervals. ഇവർ രണ്ടുപേരും പറഞ്ഞ എന്താണ്, നമ്മൾ അറ്റോമിക് വെയിറ്റ് ഇൻക്രീസിംഗ് ഓർഡറിൽ നമ്മൾ അറേഞ്ച് ചെയ്യുമ്പോൾ ഇവരുടെ ഫിസിക്കൽ ആൻഡ് കെമിക്കൽ പ്രോപ്പർട്ടീസ് റെഗുലർ ആയിട്ട് ഇന്റർവെൽസിൽ എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവരുടെ പ്രോപ്പർട്ടീസ് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ലോതർ മേയർ plotted the physical properties such as atomic volume, melting point and boiling point against atomic weight and obtained a periodically repeated pattern. അപ്പം ലോതർ മേയർ എന്താ ചെയ്തത്, പല പ്രോപ്പർട്ടീസ് അറ്റോമിക് വോളിയം, മെൽറ്റിംഗ് പോയിന്റ്, ബോയിലിംഗ് പോയിന്റ് ഒക്കെ ഇതിനെതിരെ ഏത് ഗ്രാഫ് എന്തിനെതിരെ പ്ലോട്ട് ചെയ്തു, അറ്റോമിക് വെയിറ്റിനെതിരെ പ്ലോട്ട് ചെയ്തപ്പോൾ എന്താണ് ഒരു ഇന്റർവെലിന് ശേഷം പ്രോപ്പർട്ടീസ് എന്താണ് റിപ്പീറ്റ് ചെയ്യുന്നതാണ് എനിക്ക് തോന്നി കണ്ടുപിടിക്കാൻ പറ്റി. Unlike Newlands, Lothar Meyer observed a change in length of the repeating pattern. ഇപ്പം ന്യൂലാൻഡിന്റെ ഒക്ടേവിലും അതായിരുന്നു എന്താണ് ഇവര് 8th എലമെന്റ് ഫസ്റ്റ് എലമെന്റായിട്ട് സിമിലാരിറ്റി കാണിക്കുന്നതാണ്. പക്ഷെ അത് അങ്ങനെയല്ല, ലോതർ മേയറിന്റെ ഈ പാറ്റേണിൽ കാണാൻ പറ്റിയ എന്താണ് ഈ ഇന്റർവെൽസിന്റെ ലെങ്ത് എന്താണ് കൂടിക്കൂടി വരികയാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ആദ്യത്തെ 8 എണ്ണത്തിലായിരുന്നെങ്കിൽ പിന്നെന്താ 18, 32 അങ്ങനെ ഇന്റർവെലിന്റെ ലെങ്ത് കൂടിക്കൂടി വരുന്നതായിട്ട് കാണാൻ പറ്റി. By 1868, Lothar Meyer had developed a table of the elements that closely resembled the modern periodic table. 1868 ആയപ്പോൾ എന്താണ് ലോതർ മേയർ ഒരു പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കി എന്താണ് ഓൾമോസ്റ്റ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിൾ ആയിട്ട് കുറെ റിസംബ്ലൻസ് കാണിക്കുന്ന ഒരു ടേബിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റി. However, his work was not published until after the work of Mendeleev. അപ്പൊ മെൻഡലീവിന്റെ വർക്ക് പബ്ലിഷ് ചെയ്തതിനു ശേഷമാണ് ലോതർ മേയർ അയാളുടെ വർക്ക് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ജനറലി നമ്മൾ
മെന്റലീവിനെയാണ് ഇത് മോഡേൺ പീരിയോഡിക് ടേബിളിന്റെ ഡെവലപ്മെന്റ് ക്രെഡിറ്റ് കൊടുക്കുന്നത്. ഇവർ രണ്ടുപേരും ഒരേ സമയത്ത് എക്സ്പെരിമെന്റ്സ് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. While Dobereiner initiated the study of periodic relationship, it was Mendeleev who was responsible for publishing the periodic law for the first step. periodic relationship ആദ്യം അങ്ങനെ ഒരു പാറ്റേൺ ശ്രദ്ധിച്ച ആളാരാണ്? ഡോബറിനർ ആണ്, അയാളുടെ ട്രയഡിലൂടെ. പക്ഷെ മെന്റലീവ് ആണ് ഫസ്റ്റ് എന്താണ് പീരിയോഡിക് ലോ കൊണ്ടുവന്നത്. അപ്പൊ എന്താണ് ആ സമയത്ത് പീരിയോഡിക് ലോ? The properties of elements are a periodic function of their atomic weights. അപ്പം നമ്മൾ അറ്റോമിക് വെയിറ്റ് വെച്ചാണ് ഇവരെല്ലാം എന്താണ് ലോതർമേയിലും ഗ്രാഫ് പ്ലോട്ട് ചെയ്തതും എല്ലാം അറ്റോമിക് വെയിറ്റിന് അഗേൻസ്റ്റ് ആണ്. അപ്പം എന്താണ് ഇപ്പം എലമെന്റ്സിന്റെ പ്രോപ്പർട്ടി എന്താണ്? ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ഓഫ് അറ്റോമിക് വെയിറ്റ്സ്. അറ്റോമിക് വെയിറ്റ്സിന്റെ ഒരു പീരിയോഡിക് ഫംഗ്ഷൻ ആയിട്ടാണ് അന്ന് പീരിയോഡിക് ലോ പ്രൊപ്പോസ് ചെയ്തത്. Mendeleev arranged elements in horizontal rows and vertical columns of a table in order of their increasing atomic weights in such a way that the elements with similar properties occupied the same vertical column or group. എന്താണ് മെന്റലീവ് എലമെന്റ്സിനെ എങ്ങനെയാണ് അറേഞ്ച് ചെയ്തത്? ഗ്രൂപ്പും ഹൊറിസോണ്ടൽ ആയിട്ടുള്ള റോസും വെർട്ടിക്കൽ ആയിട്ടുള്ള കോളംസിലും എലമെന്റ്സിനെ അറേഞ്ച് ചെയ്തു. അപ്പൊ എന്താണ് ഒരു ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിനെല്ലാം എന്തായിരിക്കും? സെയിം പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ സിമിലർ പ്രോപ്പർട്ടീസ് ആയിരിക്കും ഉണ്ടായിരിക്കും. Mendeleev's system of classifying elements was more elaborate than that of Lothar-Meyer. ലോതർമേയറിന്റെ ക്ലാസിഫിക്കേഷനേക്കാളും ഒരുപാട് എലോബറേറ്റ് ആയിരുന്നു മെന്റലീവിന്റെ എന്ന് പറയുന്നത്. He fully recognized the significance of periodicity and used broader range of physical and chemical properties. മെന്റലീവ് എന്തായിരുന്നു? ലോതർമേയർ എന്തായിരുന്നു? കുറച്ച് പ്രോപ്പർട്ടീസ് ആണ് എന്താണ് അറ്റോമിക് വെയിറ്റിന് അഗേൻസ്റ്റ് പ്ലോട്ട് ചെയ്ത് പീരിയോഡിസിറ്റി ഉണ്ടെന്ന്. പക്ഷെ മെന്റലീവ് അങ്ങനെയല്ല, ഒരുപാട് പ്രോപ്പർട്ടീസ് സ്റ്റഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അതാണ് ഇവിടെ പറയുന്നത്. In particular, Mendeleev relied on the similarities in the empirical formulas and properties of the compounds found by the elements. From elements ഉണ്ടാക്കുന്ന കോമ്പൗണ്ട്സിനെയും സ്റ്റഡി ചെയ്തിട്ടാണ് അയാൾ ഇങ്ങനെ ഒരു പീരിയോഡിസിറ്റി കൊണ്ടുവന്നത്. He realized that some of the elements did not fit in with his scheme of classification if the order of atomic weight was strictly followed. അപ്പൊ ആ സമയത്ത് എല്ലാ എലമെന്റ്സും അറിയത്തില്ലായിരുന്നു. അപ്പൊ സ്ട്രിക്ട്ലി ഇൻക്രീസിങ് അറ്റോമിക് വെയിറ്റ് വെച്ച് ക്ലാസിഫൈ ചെയ്യാൻ നോക്കിയാൽ ചില സ്ഥലത്ത് എന്താണ് ആ ഓർഡർ അങ്ങോട്ട് ഫോളോ ആകുന്നില്ല, പീരിയോഡിസിറ്റി പ്രോപ്പർട്ടീസ് അങ്ങോട്ട് ഫോളോ ചെയ്യുന്നില്ല. He ignored the order of atomic weights, thinking that the atomic measurements might be incorrect, and placed the elements with similar properties together. അപ്പൊ എന്താണ് അറ്റോമിക് വെയിറ്റ് ആയിരുന്നല്ലോ ഇവിടുത്തെ പീരിയോഡിക് ലോയിൽ അവർ ഫോളോ ചെയ്തിരുന്നത്. പക്ഷെ അയാള് ആ ട്രെൻഡിൽ വന്ന എന്താണ് ആ തെറ്റ് അയാൾക്ക് എന്താണ് അത് ഇഗ്നോർ ചെയ്ത് എന്താണ് അയാൾ വിചാരിച്ചെന്താണ് അറ്റോമിക് വെയിറ്റ് തെറ്റിയതാവും, അതുകൊണ്ട് അറ്റോമിക് വെയിറ്റ് അവിടെ കൺസിഡർ ചെയ്യാണ്ട് ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള ആൾക്കാർ എന്താണ് അവിടെ ഒരു ഗ്രൂപ്പിൽ അങ്ങ് ആക്കി. ഫോർ എക്സാമ്പിൾ, അയഡിൻ വിത്ത് ലോവർ അറ്റോമിക് വെയിറ്റ് ദാറ്റ് ഓഫ് ടെലൂറിയം വാസ് പ്ലേസ്ഡ് ഇൻ ഗ്രൂപ്പ് 7 അലോങ് വിത്ത് ഫ്ലൂറിൻ. അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് എന്ത്? അറ്റോമിക് വെയിറ്റ് കറക്റ്റ് ആയിട്ട് ഫോളോ ചെയ്യാണ്ട് വേറെ ഗ്രൂപ്പിലാക്കിയ ഒരു എന്റെ എക്സാമ്പിൾ ആണ് പറയുന്നത്. അയോഡിൻ എന്ന് പറയുന്നത് എന്താണ് ടെലൂറത്തിനേക്കാളും അറ്റോമിക് വെയിറ്റ് കുറഞ്ഞ ആളാണ്. പക്ഷെ ടെലൂറി എന്ന് പറയുന്ന ഗ്രൂപ്പ് 6 ആളും അയോഡിൻ എന്ന് പറയുന്നത് ഗ്രൂപ്പ് 7 ആളാണ്. അപ്പം ഇൻക്രീസിങ് ഓർഡർ ഓഫ് അറ്റോമിക് വെയിറ്റ് ആണെങ്കിൽ ടെലൂറി ആയിരുന്നു അയോഡിന് ശേഷം വരേണ്ടിയിരുന്നത്. ഓക്കെ, പക്ഷെ അങ്ങനെയല്ല, നേരെ തിരിച്ചായിരുന്നു അയാൾ അറേഞ്ച് ചെയ്തത്. കാരണം ഒരേ പ്രോപ്പർട്ടീസ് ഉള്ള എലമെന്റ്സ് ആയിരുന്നു എന്ത് അയോഡിനും ഫ്ലൂറിനും ഒക്കെ. നമുക്കറിയാം ഇപ്പൊ അത് ഹാലജൻസ് ആണ്. അപ്പൊ ഒരേ പ്രോപ്പർട്ടീസ് കണ്ടുകൊണ്ട് അയാൾ അറ്റോമിക് വെയിറ്റ് കൺസിഡർ ചെയ്യാണ്ട് ഒരേ പ്രോപ്പർട്ടി കണ്ടപ്പോൾ അതങ്ങ് ഒരേ ഗ്രൂപ്പിലാണ് ആക്കി. At the same time, keeping his primary aim of arranging the elements of similar properties in the same group, he proposed that some of the elements were still undiscovered. അപ്പൊ എന്താണ് ഒരേ പ്രോപ്പർട്ടിയുള്ള ആൾക്കാർ ഒരേ ഗ്രൂപ്പിലാക്കണമല്ലോ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ എന്താ ഇൻക്രീസ് അറ്റോമിക് വെയിറ്റ് അറേഞ്ച് ചെയ്തപ്പോൾ ചില എലമെന്റ്സ് ഒന്നും അങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നില്ല. അപ്പൊ അയാൾക്ക് മനസ്സിലായി എന്താണ് അയാൾ പ്രൊപ്പോസ് ചെയ്ത് എന്താണ് ഇനിയും കുറെ എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ അതിനു വേണ്ടിയൊക്കെ അയാളുടെ പീരിയോഡിക് ടേബിളിൽ ഗ്യാപ്പുകൾ കിട്ടും. ഇതൊക്കെ എന്താണ് നമ്മുടെ ലോതർമേയർ ഇയാൾ കമ്പയർ ചെയ്യുമ്പോൾ ഇതൊക്കെയായിരുന്നു മെന്റലീവിന്റെ പ്രൊപ്പോസല് ഇച്ചിരി കൂടുതൽ സ്വീകാര്യത കിട്ടാൻ കാരണം ഇതായിരുന്നു. കാരണം അയാൾ വെറുതെ അറേഞ്ച് ചെയ്യാൻ മാത്രമല്ല, ഇങ്ങനെ ഭാവിയിൽ ഇങ്ങനെ എലമെന്റ്സ് കണ്ടുപിടിക്കാനും ഉണ്ട്. അങ്ങനെയൊക്കെ കുറച്ച് കോൺട്രിബ്യൂഷൻസ് അതിനകത്ത് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഇയാളുടെ പീരിയോഡിക് ടേബിളിന് കൂടുതൽ അക്സെപ്റ്റൻസ് കിട്ടിയത്. For example, both gallium and germanium were unknown at the time Mendeleev published his periodic table.
ചില മെന്റലീവ് പബ്ലിഷ് ചെയ്ത സമയത്ത് എന്താണ് ഗാലിയും ജർമ്മനിയും ഒന്നും കണ്ടുപിടിച്ചിട്ട്. അപ്പൊ അതിനുവേണ്ടി അയാളുടെ പീരിയോഡിക് ടേബിളിൽ ഗ്യാപ്പ് വിട്ടു. എന്താ അലൂമിനിയത്തിന് താഴെ ഗാലിയത്തിനുള്ള ഗ്യാപ്പും വിട്ടു, സിലിക്കോണിന് താഴെ ജർമ്മീനിയത്തിനുള്ള ഗ്യാപ്പും വിട്ടു. അപ്പൊ അതിനുവേണ്ടി ആ കണ്ടുപിടിക്കാനുള്ള എലമെന്റ്സിന് വേണ്ടി അയാൾ പേര് വിട്ടു. എന്താണ്? ഗാലിയത്തിന് എക്ക അലൂമിനിയവും ജർമ്മേനിയത്തിന് എക്ക സിലിക്കോൺ എന്നും പേരിട്ടു. ഇപ്പൊ അറിയാം എന്താ ഗ്രൂപ്പ് 13 14 അലൂമിനിയത്തിനും സിലിക്കോണിനും താഴെ വരുന്ന എലമെന്റ്സ് ആണ്. ഇതൊക്കെ നമുക്കറിയാം. Mendeleev predicted not only the existence of gallium and germanium but also described some of their general physical properties. അപ്പൊ എന്താണ് ഇവരുടെ ഇങ്ങനെ എലമെന്റ്സ് കണ്ടുപിടിക്കാനുണ്ടെന്ന് മാത്രമല്ല അയാൾ പറഞ്ഞത്, മാത്രമല്ല അവരുടെ ആ കണ്ടുപിടിക്കാനുള്ള എലമെന്റ്സിന്റെ എന്താണ് ചില പ്രോപ്പർട്ടീസും അയാൾ പ്രെഡിക്റ്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇവിടെ നോക്കാം. ഈ ടേബിൾ നോക്കുകയാണെങ്കിൽ ഇവിടെ ഒക്കെ അലൂമിനിയം അല്ലെങ്കിൽ ഗാലിയം അയാൾ പ്രെഡിക്റ്റ് ചെയ്ത അറ്റോമിക് വെയിറ്റ് 68 നമുക്ക് കണ്ടുപിടിച്ചത്ര 70. ഏകദേശം അത്ര അടുത്ത വാല്യൂസ് ആണ് കിട്ടിയത്. ഡെൻസിറ്റി ആണെങ്കിൽ 5.9 അയാൾ പറഞ്ഞു, 5.94. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഓക്സൈഡിന്റെ ഫോർമുല, ക്ലോറൈഡിന്റെ ഫോർമുല, പിന്നെ സിലിക്കോൺ ആണെങ്കിലും സിലിക്കോൺ ജർമ്മേനിയത്തിന്റെ 72 ആണ് പറഞ്ഞത്, 72.6. അപ്പൊ അത്രയും അടുത്ത വാല്യൂസ് ആണ് പ്രെഡിക്റ്റ് ചെയ്തത്. അപ്പൊ അത്രയും സ്റ്റഡി ചെയ്തു. അതുകൊണ്ടാണ് അയാൾക്ക് കൂടുതൽ ക്രെഡിറ്റ് കിട്ടുന്നത് ഈ മോഡേൺ പീരിയോഡിക് ടേബിളിൽ കോൺട്രിബ്യൂഷൻ പറയും. ഓക്കെ, ഇതായിരുന്നു മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. നോക്കുകയാണെങ്കിൽ 7 ഗ്രൂപ്പുകളും ഉണ്ട്, ഓരോ ഗ്രൂപ്പിനും സബ് ഗ്രൂപ്പുകളും ഉണ്ട്. 2 സൈഡിലായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ. അടുത്ത മോഡേൺ പീരിയോഡിക് ലോ ആൻഡ് ദി പ്രസന്റ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഇപ്പൊ പുതിയ നമ്മുടെ ഇപ്പൊ ഫോളോ ചെയ്യുന്ന പീരിയോഡിക് ടേബിളിൽ എങ്ങനെയാണ് എത്തിയെന്ന് നോക്കാം. We must bear in mind that when Mendeleev developed his periodic table, chemists knew nothing about the internal structure of atom. മെന്റലീവിന്റെ പീരിയോഡിക് ടേബിൾ പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് എന്താണ് ആറ്റത്തിന്റെ സ്ട്രക്ചറിനെ കുറിച്ചൊന്നും ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. However, the beginning of the 20th century witnessed profound developments in theories about subatomic particles. 20th centuryയിലാണ് இந்த subatomic particles കുറിച്ചെല്ലാം ഒരുപാട് കണ്ടുപിടുത്തങ്ങളൊക്കെ ഉണ്ടായത്. അതുപോലെ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ പഠിക്കുന്നുണ്ട്. In 1913, the English physicist Henry Moseley observed regularities in the characteristic X-ray spectra of the elements. ഇപ്പൊ എന്താണ് മോസ്ലി ആണെന്ത് ആറ്റത്തിന്റെ എക്സ്റേ സ്പെക്ട്ര എടുത്തു. എക്സ്റേ സ്പെക്ട്ര എടുത്തിട്ട് എന്താണ് അവരുടെ പ്രോപ്പർട്ടീസിൽ റെഗുലാരിറ്റീസ് കണ്ടുപിടിച്ചു. എന്താണ് അയാൾ പ്ലോട്ട് ചെയ്തത്? പ്ലോട്ട് ഓഫ് റൂട്ട് ഓഫ് ന്യൂ. എന്താണ് ന്യൂ? ന്യൂ ഇസ് ദ ഫ്രീക്വൻസി ഓഫ് എക്സ്റേസ് എമിറ്റർ അഗെയിൻസ്റ്റ് അറ്റോമിക് നമ്പർ. അപ്പം ഓരോ ആറ്റത്തിന്റെ എന്താണ് എമിറ്റ് ചെയ്ത റേഡിയേഷന്റെ ഫ്രീക്വൻസിയുടെ റൂട്ടും അത് എന്തിനെതിരെ പ്ലോട്ട് ചെയ്തു? അവരുടെ അറ്റോമിക് നമ്പറിനെതിരെ പ്ലോട്ട് ചെയ്തപ്പോൾ അയാൾക്ക് എന്താണ് പ്രോപ്പർട്ടീസിലൊരു റെഗുലാരിറ്റി കാണാൻ പറ്റി. പ്ലോട്ട് ചെയ്തപ്പോൾ അയാൾക്കൊരു സ്ട്രേറ്റ് ലൈൻ കിട്ടി. ആൻഡ് നോട്ട് ദി പ്ലോട്ട് ഓഫ് റൂട്ട് ഓഫ് ന്യൂ വേസ് അറ്റോമിക് മാസിന് അഗേൻസ്റ്റ് പ്ലോട്ട് ചെയ്തപ്പോൾ അയാൾക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടിയില്ല. അറ്റോമിക് നമ്പറിനെതിരെ പ്ലോട്ട് ചെയ്തപ്പോൾ അയാൾക്ക് സ്ട്രേറ്റ് ലൈൻ കിട്ടി. ഈ thereby showed that the atomic number is a more fundamental property of an element than its atomic. അപ്പൊ എന്താണ് അറ്റോമിക് മാസിനേക്കാളും കൂടുതൽ ഫണ്ടമെന്റൽ ആയിട്ടുള്ള പ്രോപ്പർട്ടി ആണ് എന്ത് അറ്റോമിക് നമ്പർ എന്ന് അയാൾ പറഞ്ഞു. മെന്റലീവ്സ് പീരിയോഡിക് ലോ വാസ് therefore accordingly modified. അപ്പൊ മെന്റലീവിന്റെ പീരിയോഡിക് ലോ എന്താണ് ഇയാൾ മോഡിഫൈ ചെയ്യാണ്. അപ്പം എന്നിട്ട് അയാൾ പുതിയൊരു ലോ പ്രപ്പോസ് ചെയ്യുന്നത്. ആ ലോനെയാണ് നമ്മൾ മോഡേൺ പീരിയോഡിക് ലോ എന്ന് വിളിക്കുന്നത്. അപ്പൊ എന്താണ് മോഡേൺ പീരിയോഡിക് ലോ പറയുന്നത്? The physical and chemical properties of the elements are periodic function of their atomic numbers. നമ്മൾ മെന്റലീവിന്റെ പീരിയോഡിക് ലോയിൽ അറ്റോമിക് മാസ് ആയിരുന്നു പീരിയോഡിക് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്തത്. പക്ഷെ ഇവിടെ അറ്റോമിക് നമ്പർ ആണ് നമ്മൾ കൺസിഡർ ചെയ്തത്. The periodic law revealed important analogies among the 94 naturally occurring elements. It stimulated renewed interest in inorganic chemistry and has carried it into present with the creation of artificially produced short-lived elements. From periodic law അതിന്റെ ഇമ്പോർട്ടൻസ് എന്നാണ് പറയുന്നത്. നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. You may recall that the atomic number is equal to the nuclear charge. അപ്പം എന്താണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്? നമ്പർ ഓഫ് പ്രോട്ടോൺസ്. ഇപ്പൊ നമ്പർ ഗ്രൗണ്ട് സ്റ്റേറ്റിലേക്ക് ന്യൂട്രൽ ആറ്റം ആകുമ്പോൾ നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത്. അപ്പം അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസ് എന്ന് പറയാം, അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി നമ്പർ ഓഫ് ഇലക്ട്രോൺസിന് ഈക്വൽ ആണ് അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത്. It is easy to visualize the significance of quantum numbers and electronic configurations in periodicity of elements.
In fact, it is now recognized that the periodic law is essentially the consequence of periodic variation in electronic configurations, which indeed determine the physical and chemical properties of elements and their compounds. ഇപ്പൊ എന്താണ് പറയുന്നത്? പീരിയോഡിക് ലോ എന്താണ്? പീരിയോഡിക് ലോ തന്നെയാണ് ഇത് പീരിയോഡിസിറ്റിക്ക് വേണ്ട ഫണ്ടമെന്റൽ നമ്മൾ എടുക്കേണ്ടതെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? Is essentially the consequence of the periodic variation in electronic configuration. അപ്പോൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസിൽ വേരിയേഷൻ നമ്മൾ എന്താണ് ഇലക്ട്രോൺസിന്റെ എണ്ണം വെച്ചാണ് പറയുന്നത്. ഇലക്ട്രോൺസിന്റെ എണ്ണം എന്ന് പറയുന്നത് നമ്പർ ഓഫ് പ്രോട്ടോൺസിന് ഈക്വൽ ആണ് നമുക്കറിയാം. അപ്പൊ അത് തന്നെയാണ് എന്ത് എല്ലാം പ്രോപ്പർട്ടീസിനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. നമ്മളറിയാം കമ്പൈനിങ്ങും എല്ലാം കോമ്പൗണ്ട്സ് ഫോം ചെയ്യുന്ന എല്ലാം എന്താ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്പർ ഓഫ് വാലൻസ് ഇലക്ട്രോൺസ് അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്താണല്ലോ. അപ്പൊ അവിടെയൊന്നും അറ്റോമിക് വെയിറ്റിനല്ല നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, എത്ര ഇലക്ട്രോൺസ് ഉണ്ട് അല്ലെങ്കിൽ എത്ര പ്രോട്ടോൺസ്, ഇൻഡയറക്ട്ലി എത്ര പ്രോട്ടോൺസ് ഉണ്ടെന്ന് പറയുന്നതാണ് എത്ര നമ്പർ ഓഫ് ഇലക്ട്രോൺസ് പറയുക. അപ്പൊ നമ്പർ ഓഫ് ഇലക്ട്രോൺസും അവരുടെ കോൺഫിഗറേഷൻ അതെല്ലാമാണ് എന്ത് ഒരു ആറ്റത്തിന്റെ കമ്പൈനിങ്ങും അവരുടെ പ്രോപ്പർട്ടീസും എല്ലാം നിശ്ചയിക്കുന്നത്. Numerous forms of periodic table have been devised from time to time. Some forms emphasize chemical reactions and valence, whereas others stress the electronic configuration of elements. എന്താണ് ഈ ലോ വന്നതിന് ശേഷം ഒരുപാട് പീരിയോഡിക് ടേബിളിന്റെ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ ചിലത് എന്താണ്, ചിലത് അവരുടെ കെമിക്കൽ റിയാക്ഷൻസും ബാലൻസും വെച്ച് പറയുമ്പോൾ ടേബിൾ ഉണ്ടാക്കുമ്പോൾ ചിലർ പറയുന്നത് അവരുടെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ചാണ് അവരുടെ ടേബിൾ കൊണ്ടുവന്നത്. മോഡേൺ വെർഷൻ ദി സോ കോൾഡ് ലോങ് ഫോം ഓഫ് ദി പീരിയോഡിക് ടേബിൾ. ഇപ്പൊ നമ്മൾ ഇപ്പോഴത്തെ പീരിയോഡിക് ടേബിൾ നമ്മൾ വിളിക്കുന്നതാണ് ലോങ് ഫോം ഓഫ് പീരിയോഡിക് ടേബിൾ എന്നാണല്ലോ. അത് ഇറ്റ് ഇസ് ദി മോസ്റ്റ് കൺവീനിയന്റ് ആൻഡ് വൈഡ്ലി യൂസ്ഡ്. അതാണ് നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അതിലുള്ള ഹൊറിസോണ്ടൽ റോസ് മെന്റലീവ് സീരീസ് എന്ന് വിളിച്ചാണ്. എന്താണ് ഹൊറിസോണ്ടൽ റോസിനെ സീരീസ് എന്നും വെർട്ടിക്കലിനെ ഗ്രൂപ്പ്സ് എന്നും വിളിച്ചല്ലോ. അപ്പൊ സീരീസിനെ നമ്മൾ വിളിക്കുന്നത് എന്താണ് പീരീഡ്സ് എന്നാണ് വിളിക്കുന്നത് ഹൊറിസോണ്ടൽ റോസ്. വെർട്ടിക്കൽ കോളംസിനെ നമ്മൾ ഗ്രൂപ്പ്സ് എന്നും വിളിക്കുന്നു. Elements having similar outer electronic configuration in their atoms are arranged in vertical columns referred to as groups or families. ഇപ്പൊ എന്താണ് ഒരേ outer electronic configuration ആൾക്കാർ നമ്മൾ എന്താണ് ഒരേ ഗ്രൂപ്പിൽ അല്ലെങ്കിൽ ഫാമിലീസിൽ നമ്മൾ നിർത്തുന്നു. According to the recommendation of International Union of Pure and Applied Chemistry IUPAC, the groups are numbered from 1 to 8. അപ്പൊ നമ്മൾ IUPAC റെക്കമെൻഡേഷൻ പ്രകാരം എന്താണ് 18 ഗ്രൂപ്പുകൾ ഉണ്ട്. പഴയ നൊട്ടേഷൻ എന്തായാലും നമ്മൾ കണ്ടിരുന്നു. മെന്റലീവിന്റെ 7 ഗ്രൂപ്പുകൾ അവരുടെ സബ് ഗ്രൂപ്പുകൾ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല, ഇപ്പം 1 to 18 ഗ്രൂപ്പുകൾ നമുക്കുണ്ട്. There are altogether 7 periods. ഇപ്പം 7 periods ആണ്, അല്ലെങ്കിൽ ഹൊറിസോണ്ടൽ റോസ് നമ്മുടെ പീരിയോഡിക് ടേബിൾ ഉണ്ട്. The periodic number corresponds to the highest principal quantum number of the period number corresponds to the highest principal quantum number of the elements in the period. ഇപ്പൊ നമ്മുടെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മൾ പീരിയോഡിക് ടേബിൾ നോക്കാം. പീരിയോഡിക് ടേബിൾ നോക്കുമ്പോൾ ഇവിടെ ഫസ്റ്റ് പീരീഡിൽ ഹൈഡ്രജൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അവരുടെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ എന്ന് പറയുന്നത് എന്താണ് 1 ആണ്. അതുകൊണ്ട് ഇത് ഫസ്റ്റ് പീരീഡ് ആയി. നമുക്ക് സെക്കൻഡ് പീരീഡ് നോക്കുകയാണെങ്കിൽ ലിഥിയം ബെറിലിയം. ലിഥിയത്തിന് 2s1 ആണ്, ബെറിലിയത്തിന് 2s2 ആണ്. അപ്പൊ രണ്ടിന്റെയും പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഔട്ടർ ഇലക്ട്രോണിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ 2 ആണ്. അപ്പൊ അതുകൊണ്ട് അത് സെക്കൻഡ് പീരീഡിൽ വന്നു. അങ്ങനെ തന്നെ എല്ലാത്തിലും സോഡിയത്തിന്റെ 3s1 ആണ്. ഇപ്പൊ തേർഡ് പീരീഡ്, പൊട്ടാസ്യത്തിന്റെ 4s1 ഇപ്പൊ ഫോർത്ത് പീരീഡ്. അപ്പൊ അങ്ങനെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ആണോ അതാണ് ഏത് പീരീഡിലാണ് എലമെന്റ് വരുന്നതെന്ന് തീരുമാനിക്കും. ഫസ്റ്റ് പീരീഡ് കണ്ടെയ്ൻസ് 2 elements. ഇപ്പൊ എന്താണ് നമുക്കറിയാം 1s ഓർബിറ്റിൽ 2 ഇലക്ട്രോൺസ് പറ്റും. ഇപ്പോൾ 1s1ഉം 1s2ഉം എല്ലാ എലമെന്റ്സ് മാത്രമേ ഫസ്റ്റ് പീരീഡിൽ കാണൂ. ഇപ്പൊ 1s1 എന്ന് പറയുന്നത് ഹൈഡ്രജൻ, 1s2 എന്ന് പറയുന്നത് ഹീലിയം. അപ്പൊ ആ 2 എലമെന്റ്സ് മാത്രമേ ഫസ്റ്റ് പീരീഡിൽ കാണത്തുള്ളൂ. അതേപോലുള്ള പിന്നെ വിശേഷം വരുന്ന പീരീഡ്സിൽ എന്താണ് 8, 18, 18, 32 എലമെന്റ്സ്. അപ്പൊ അങ്ങനെ എത്ര ഇലക്ട്രോൺസ് നമുക്ക് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ എന്താണ് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പറിലുള്ള ഓർബിറ്റൽസ് നമുക്ക് സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റും. അത്ര എലമെന്റ്സ് ഓരോ പീരീഡിലും കാണും. അതാണ് പറയുന്നത്. The 7th period is incomplete. ഇപ്പൊ 7ാമത്തെ പീരീഡ് എന്താണ് ഇൻകംപ്ലീറ്റ് ആണ്. And like the 6th period would have a theoretical maximum of 32 elements. ഇപ്പൊ 7th പീരീഡിൽ 32 എലമെന്റ്സും വരേണ്ടതാണ് 6ാമത്തെ ഇതുപോലെ പീരീഡ് പോലെ. In this form of the periodic table, 14 elements of both the 6th and the 7th periods are placed separate. ഇപ്പം 6ാമത്തെ പീരീഡിലും 7ാമത്തെ പീരീഡിലും വരേണ്ട എലമെന്റ്സ് എന്താണ് 14 എലമെന്റ്സ് നമ്മൾ സെപ്പറേറ്റ് ആക്കി വേറൊരു പാനലാക്കി നമ്മൾ താഴെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ അതിനെ സെപ്പറേറ്റ് F ബ്ലോക്ക് എന്ന് വിളിച്ചിരുന്നു. ഇപ്പൊ ലാന്തനോയിഡ്സ് എന്ന് പറയുന്നത് 6ാമത്തെ ഗ്രൂപ്പിലും
ആക്ടിനോട്സ് എന്ന് പറയുന്നത് 7ാമത്തെ ഗ്രൂപ്പിലും വരേണ്ട ആൾക്കാരാണ്. അതിന് നമ്മൾ സെപ്പറേറ്റ് ആക്കി ഒരു ബ്ലോക്ക് ആക്കി തന്നെ വെച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് പറയാനുള്ളത് നോമൻക്ലേച്ചർ ഓഫ് എലമെന്റ്സ് വിത്ത് അറ്റോമിക് നമ്പേഴ്സ് ഗ്രേറ്റർ ദാൻ 100. അപ്പം 100ൽ മേലെ അറ്റോമിക് നമ്പേഴ്സ് അവരുടെ നോമൻക്ലേച്ചർ എങ്ങനെയാണ്? അപ്പം എന്തിനാണ് നമുക്ക് ഡൗട്ട് തോന്നുന്നത്, എന്തിനാണ് ഇങ്ങനെ ഒരു നോമൻക്ലേച്ചറിന്റെ ആവശ്യം? അതെന്താണ് നമ്മൾ ഇനി പറയാൻ പോകുന്നത്. The naming of the new elements had been traditionally the privilege of the discoverer, and suggested name was ratified by the IUPAC. അപ്പോൾ പുതിയ എലമെന്റ്സ് കണ്ടുപിടിക്കുമ്പോൾ അത് കണ്ടുപിടിക്കുന്ന ആളാണെന്ത്, ആ എലമെന്റിന് പേരിടുന്നത്, പിന്നെ അത് IUPAC അക്സെപ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് സാധാരണ നടക്കുന്നത്. ഇൻ റീസെന്റ് ഇയേഴ്സ് ദിസ് ഹാസ് ലെഡ് ടു സം കോൺട്രവേഴ്സി. ഇപ്പൊ എന്താണ് ഈ അടുത്ത് അത് കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. എന്താണ് പ്രശ്നം? ന്യൂ എലമെന്റ്സ് വിത്ത് ഹൈ അറ്റോമിക് നമ്പേഴ്സ് ആർ സോ അൺസ്റ്റേബിൾ that only minute quantities, sometimes only a few atoms of them are obtained. Their synthesis and characterization therefore require highly sophisticated, costly equipment and laboratory. Such work is carried out with competitive spirit only in some laboratories in the world. അപ്പോൾ എന്താണ് പുതിയ എലമെന്റ്സ് മാൻമെയ്ഡ് എലമെന്റ്സ് ഒക്കെ ഉണ്ടാക്കും നമ്മൾ പറഞ്ഞു. അതെന്താണ് ഭയങ്കര അൺസ്റ്റേബിൾ ആയിട്ടുള്ള എലമെന്റ്സ് ആണ്. അത് നമ്മൾ ഉണ്ടാക്കി എടുക്കുമ്പോഴും വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാണ് നമുക്ക് കിട്ടുന്നത്. മാത്രമല്ല അത് എന്താണ് ചില കുറച്ച് ആറ്റംസ് മാത്രമേ കിട്ടാമെന്ന് പറയുന്നുണ്ട്. മാത്രമല്ല ഈ ആറ്റം നമുക്ക് കിട്ടി എന്ന് നമുക്ക് കാണിക്കാൻ വേണ്ടി അത്രയും സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള കോസ്റ്റ് എക്വിപ്മെന്റ്, അത്രയും പൈസ ഉള്ള എക്വിപ്മെന്റ്സ് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ അത്രയും പൈസ ചെലവുള്ളതുകൊണ്ട് ഇങ്ങനത്തെ വർക്കുകൾ ചില ലാബ്സിലെ ലോകത്ത് നടക്കുന്നുള്ളൂ എന്നാണ് പറയുന്നത്. സയന്റിസ്റ്റ് ബിഫോർ കളക്ടിംഗ് ദ റിലയബിൾ ഡാറ്റ ഓൺ ന്യൂ എലമെന്റ് അറ്റ് ടൈംസ് ഗെറ്റ് ടെംപ്റ്റഡ് ടു ക്ലെയിം ഫോർ ഇറ്റ്സ് ഡിസ്കവർ. ഇപ്പൊ എന്താണ് ഒരു ആറ്റം കണ്ടുപിടിക്കുമ്പോൾ അത് ഫുള്ളായിട്ട് കിട്ടിയെന്ന് ഉറപ്പിക്കുന്നതിന് മുമ്പ് എന്താണ് ഇങ്ങനെ കിട്ടിയെന്ന് പറഞ്ഞ് സയന്റിസ്റ്റ് ക്ലെയിം ഇറക്കും. കാരണം ഡിസ്കവർ ചെയ്ത ആൾക്ക് എന്താണ് അയാൾ ഇഷ്ടമുള്ള പേരിടാം. ഒരു ആറ്റം ഡിസ്കവർ എന്ന് പറയുന്നത് ഹിസ്റ്ററിയിൽ ഇടം പിടിക്കുന്ന ഒരു സംഭവമാണ്. അപ്പൊ അത് അത്രയും ഫെയിം കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് ഫെയിം കിട്ടാൻ വേണ്ടി എന്താണ് സയന്റിസ്റ്റിന് തിരക്ക് കൂട്ടും. ഇത്രയും അത് ഡിസ്കവർ ചെയ്തെന്ന് പറഞ്ഞ് ക്ലെയിം എല്ലാവരും തുടങ്ങും. അപ്പൊ അതിനൊരു എക്സാമ്പിൾ പറയുന്നത് ബോത്ത് അമേരിക്കൻ ആൻഡ് സോവിയറ്റ് സയന്റിസ്റ്റ് ക്ലെയിം ക്രെഡിറ്റ് ഫോർ ഡിസ്കവറിംഗ് എലമെന്റ് 104. അപ്പം അമേരിക്കൻ സയന്റിസ്റ്റും സോവിയറ്റ് യൂണിയനിലെ സയന്റിസ്റ്റും എന്താണ് 104 എന്ന എലമെന്റ്, അറ്റോമിക് നമ്പർ എലമെന്റിന്റെ ഡിസ്കവറി ക്ലെയിം ചെയ്തിരുന്നു. രണ്ടുപേരും ക്ലെയിം ചെയ്തിരുന്നു. ഇത് അമേരിക്കൻസ് നെയിംഡ് ഇറ്റ് റൂദർഫോർഡിയം, വേറെ സോവിയറ്റ്സ് നെയിംഡ് ഇറ്റ് കുർച്ചട്ടോവിയം. അപ്പം അമേരിക്കൻസ് തന്നെ റൂദർഫോർഡിയം എന്ന് വിളിച്ചു, സോവിയറ്റ്സിനെ കുർച്ചട്ടോവിയം എന്ന് വിളിച്ചു. രണ്ടുപേരും ഒരേപോലെ എന്താണ് ഒരു കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞു, അവരുടെ ഡിസ്കവർ ചെയ്യാന്ന് പറഞ്ഞ് ക്ലെയിം ചെയ്തു. എന്നിട്ട് അവർ സെപ്പറേറ്റ് ഓരോ പേരും കിട്ടും. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ എന്താണ് ഒരു പേര് ഉറപ്പിക്കുന്നത് വരെ നമ്മൾ ആ എലമെന്റിന് താൽക്കാലിക പേര് കൊടുക്കുന്നതാണ്. അതിനാണ് നമ്മൾ ഈ ഒരു നോമൻക്ലേച്ചർ ഫോളോ ചെയ്തത്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് ഈ നോമൻക്ലേച്ചർ എങ്ങനെ നമുക്ക് നോക്കാം. To avoid such problems, the IUPAC has made recommendation that until a new element's discovery is proved and its name is officially recognized, a systematic nomenclature be derived directly in the atomic number of the element. അപ്പൊ എന്താണ് പറയുന്നത്, ഒരു എലമെന്റ് കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞാൽ അവർ പ്രൂവ് ചെയ്യുന്നതിന് മുമ്പ് പ്രൂവ് ചെയ്ത് ഒരു പേര് അതിന് കൊടുക്കുന്നത് വരെ ആ എലമെന്റിന് ഒരു പേര് വേണമല്ലോ, താൽക്കാലിക പേര് വേണമല്ലോ. അത് അവരുടെ അറ്റോമിക് നമ്പറിൽ നിന്ന് തന്നെ നമുക്ക് ആ പേരുണ്ടാക്കാൻ പറ്റും. അതിനുള്ള സിസ്റ്റമാണ് IUPAC നമുക്ക് പ്രപ്പോസ് ചെയ്തത്. അപ്പം 0 ആൻഡ് നമ്പേഴ്സ് 1 to 9 അതിന് ഓരോ റൂട്ട് വാല്യൂ കൊടുത്തു. 0-ന് നെല്ല് കൊടുത്തു, 1-ന് അൻ, 2-ന് ബൈ, 3-ന് ട്രൈ, 4-ന് ക്വാഡ്, 5-ന് പെൻഡ്, 6-ന് ഹെക്സ്, 7-ന് സെപ്റ്റ്, 8-ന് ഒക്ട്, 9-ന് എൻ. അപ്പൊ അതിനെല്ലാം ഒരു അബ്രീവേഷൻ കൊടുത്തു. എന്താണ് നെല്ലിന് എൻ, അന്നിന് യു, ബൈക്ക് ബി, ട്രൈക്ക് ടി, ക്വാഡിന് ക്യൂ, പെൻഡിന് പി, ഹെക്സിന് എച്ച്, സെപ്റ്റിന് എസ്, ഒക്ടിന് ഒ, 9-ന് എൻ അല്ലെങ്കിൽ ഇ അബ്രീവേഷൻ. അപ്പൊ ഇങ്ങനെ ഓരോ ഡിജിറ്റിന് ഓരോ പേര് റൂട്ട് നെയിമും കൊടുത്തു, അതിന് അബ്രീവേഷനും ഉണ്ടാക്കി. എന്നിട്ട് നമ്മൾ ഇത് വെച്ച് എങ്ങനെയാണ് പേര് എഴുതാൻ നമുക്ക് നോക്കാം. The roots are put together in order of their digits which make up the atomic number and IUM is added at the end. അപ്പം ഒരു അറ്റോമിക് നമ്പറിന്റെ ഡിജിറ്റ്സിന്റെ ഓർഡറിൽ നമ്മൾ ഓരോ റൂട്ട് നമ്മൾ എഴുതുന്നു. എന്നിട്ട് ആ റൂട്ട് നമ്മൾ 3 റൂട്ടുകൾ എഴുതിയിട്ട് അതിന്റെ അവസാനം IUM എന്നോട് ചേർക്കുന്നു. അപ്പൊ നമുക്കൊരു എക്സാമ്പിൾ കൂടെ നോക്കാം. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് 101 നമുക്കറിയാം. 1-ന്റെ റൂട്ട് വാല്യൂ എന്ന് പറയുന്നത് UN ആണ്. 0-ന്റെ
നില്ലാണ്, പിന്നെ 1, അപ്പം അൻ വീണ്ടും, എന്നിട്ട് IUM അവസാനം ചേർക്കണം. IUM, അപ്പം അന്നിൽ അനിയം. അതാണ് 101ന്റെ IUPAC നോമെൻക്ലേച്ചർ വെച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അതാണ് വരേണ്ടത്. പിന്നീട് അതിന് ഒഫീഷ്യൽ നെയിം കൊടുത്തു, അതെന്താണ്? അതാണ് മെന്റലീവിയോ എന്ന് പറയുന്നത്. അപ്പം ഒരു പേര് കൊടുക്കുന്നത് വരെ അതിന് വേണ്ട താൽക്കാലിക പേര് ആണ് നമ്മൾ ഇവിടെ നോക്കുന്നത്. അപ്പൊ അവിടെ 102 നോക്കുകയാണെങ്കിൽ അൻ നിൽ ബൈ EM അതാണ് ഇവിടെ ചെയ്തേക്കുന്നത്. ഇവനാണ് പേര് കൊടുക്കുന്നത്. ഓക്കെ, അപ്പം 100ന് ശേഷമുള്ള എല്ലാ എലമെന്റ്സിന്റെയും പേരുകൾ ഇങ്ങനെ കൊടുക്കാറാണ് പതിവ്, ഒരു പേര് ഒഫീഷ്യൽ പേരാവുന്നത്. എല്ലാത്തിന്റെയും IUPAC നോമെൻക്ലേച്ചർ ഒഫീഷ്യൽ നെയിമിന്റെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, അവരുടെ സിമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Okay. Thus, the new element first gets a temporary name with symbol consisting of 3 letters. അപ്പൊ എന്താണ് ഒരു ഒഫീഷ്യൽ നെയിം വരുന്ന വരെ പുതിയ എലമെന്റിന് ഒരു ടെമ്പററി നെയിം കിട്ടും വിത്ത് സിമ്പിൾ കൺസിസ്റ്റിംഗ് ഓഫ് 3 letters. അപ്പൊ സിമ്പിളിന്റെ കാര്യം നമ്മൾ പറഞ്ഞില്ല. എന്താ നമ്മൾ പറഞ്ഞു? അന്നിൽ അനിയം, എന്നിട്ട് ഓരോ നമ്പറിന് നമ്മൾ ഒരു അബ്രിവേഷൻ കൊടുത്തല്ലോ. അന്നിന് U, പിന്നെ 0ക്ക് നിലിന് N, പിന്നെ വീണ്ടും 1. അപ്പൊ ആ സിമ്പിളും നമ്മൾ ഓരോ എലിമെന്റിനും കൊടുക്കുന്നുണ്ട്. Later, permanent name and symbol are given by a vote of IUPAC representative from each country. പിന്നീട് വോട്ട് ചെയ്താണ് ഒഫീഷ്യൽ നെയിംസ് IUPAC കൊടുക്കുന്നത്. The permanent name might reflect the country in which the element was discovered or pay tribute to a notable scientist. ഇപ്പൊ എന്താണ് പെർമനന്റ് നെയിം, ഒഫീഷ്യൽ നെയിം വരുമ്പോൾ അതൊരു പുതിയൊരു കൺട്രിയോ അല്ലെങ്കിൽ സ്റ്റേറ്റിന്റെയോ ബിഹാഫിലാവാം, അല്ലെങ്കിൽ അത് ഏതെങ്കിലും ഒരു സയന്റിസ്റ്റിന്റെ ട്രിബ്യൂട്ട് കൊടുക്കാൻ വേണ്ടി സയന്റിസ്റ്റിന്റെ പേരിലും കൊടുക്കണം. ഇപ്പൊ മെന്റലീവി എന്നൊക്കെ പറയുന്നത് മെന്റലീവിന് ട്രിബ്യൂട്ട് ആയിരുന്നു 104 എന്ന് പറയുന്നത്. As of now, elements with atomic numbers up to 118 have been discovered. അപ്പം 118 എലമെന്റ്സ് ഡിസ്കവേർഡ് ആയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അതിൽ കൂടുതലും ഉണ്ട്, നമുക്ക് 118 പിന്നെ അത് ഫോളോ ചെയ്യുന്നത്. അപ്പൊ ആ 118ന്റെ ഒഫീഷ്യൽ നെയിംസ് IUPAC കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അടുത്തതിലേക്ക് പോവാം. Electronic configurations of elements and the periodic table. In the preceding unit, we have learned that an electron in an atom is characterized by a set of 4 quantum numbers. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ ഓഫ് ആറ്റത്തിൽ എന്താണ് ഒരു ഇലക്ട്രോണിന് 4 ക്വാണ്ടം നമ്പേഴ്സ്, ഏതൊക്കെ? പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ, മാഗ്നറ്റിക്കും പിന്നെ സ്പിൻ ക്വാണ്ടം നമ്പർ. ഇത് ഈ 4 ക്വാണ്ടം നമ്പേഴ്സ് വെച്ച് നമുക്ക് ഒരു ഇലക്ട്രോണിന് എവിടെയാണ് ആറ്റത്തിൽ എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് പറയാൻ പറ്റും. And the principal quantum number N defines the main energy level known as shell. Principal quantum number ആണ് main energy അല്ലെങ്കിൽ ഷെൽ ഏതാണെന്ന് തീരുമാനിക്കുന്നത്. We also have studied about the filling of electrons into different subshells, also referred to as orbitals. ഇലക്ട്രോൺസിന്റെ സബ്ഷെൽസ് ഫിൽ ചെയ്യുന്നതിന്റെ എനർജി ഓർഡർ, പിന്നെ ഫോളോ ചെയ്യേണ്ട ലോസ്, അതെല്ലാം നമ്മൾ പറഞ്ഞിരുന്നു. The distribution of electrons into an orbital of an atom is called its electronic configuration. അപ്പം ഒരു ഇലക്ട്രോൺ അതിന്റെ ഓർബിറ്റലിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്ന രീതിയാണ് നമ്മൾ എന്ത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് വിളിക്കുന്നത്. An element's location in the periodic table reflects the quantum numbers of the last orbital filled. അപ്പം എന്താണ് ഒരു പീരിയോഡിക് ടേബിളിൽ ഒരു എലമെന്റ് എവിടെയാണ് നിൽക്കുന്നത് എന്താണ് തീരുമാനിക്കുന്നത്? അതിനകത്ത് ആ എലമെന്റിലുള്ള ലാസ്റ്റ് വരുന്ന അല്ലെങ്കിൽ വാലൻസ് ഇലക്ട്രോൺസിന്റെ പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പേഴ്സ് ആണെന്ത്, അത് എലമെന്റിലുള്ള പീരിയോഡിക് ടേബിളിലുള്ള എലമെന്റിന്റെ പൊസിഷൻ തീരുമാനിക്കുന്നതാണ് പറയുന്നത്. In this section, we will observe a direct connection between the electronic configurations of these elements and the long form of the periodic table. So, ഇവിടെ എന്താണ് ഒരു എലമെന്റിന്റെ പീരിയോഡിക് എന്താണ് ഇലക്ട്രോണിക് കോൺഫിഗറേഷനും അവരുടെ പീരിയോഡിക് ടേബിളിലുള്ള പൊസിഷനും തമ്മിലുള്ള റിലേഷൻ അതെന്താണെന്നാണ് നമ്മൾ ഇവിടെ നോക്കാൻ പോകുന്നതാണ്. അതും പറയാം. ഫസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഇൻ പീരിയഡ്സ്. അപ്പോൾ പീരിയഡ്സിൽ ഏത് പീരിയഡിലാണ് വരുന്നതെന്ന് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും നമുക്ക് നോക്കാം. The period indicates the value of n for the outermost or valence shell. എന്താണ് വാലൻസ് ഷെല്ലിന്റെ n വാല്യൂ അതാണ് പീരീഡ് ഡിറ്റർമിൻ ചെയ്യുന്നത്. In other words, successive period in the periodic table is associated with the filling of the next principal energy level. ഇപ്പൊ എന്താണ് ഓരോ പീരീഡ് നമ്മൾ താഴോട്ട് പോകുന്നതോറും എന്താ ഓരോ പുതിയ ഷെല്ലാണ് ഇലക്ട്രോൺസ്, പുതിയ ഷെല്ലിലേക്കാണ് ഇലക്ട്രോൺസ് കയറുന്നതെന്നാണ് പറയുന്നത്. It can be readily seen that the number of elements in each period is twice the number of atomic orbitals.
available in the energy level that is being filled. എന്താണ് ഓരോ പീരീഡിലുള്ള എലിമെന്റ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് എന്താണ്? നമ്പർ ഓഫ് അറ്റോമിക് ഓർബിറ്റൽസിന്റെ ഡബിൾ ആണെന്നാണ് പറയുന്നത്. ദ ഫസ്റ്റ് പീരീഡ് n ഈക്വൽ ടു 1. ഫസ്റ്റ് പീരീഡ് പ്രിൻസിപ്പൽ കോഡ് നമ്പർ 1 ആയിരിക്കുമല്ലോ. ഇറ്റ് സ്റ്റാർട്ട്സ് വിത്ത് ദി ഫില്ലിംഗ് ഓഫ് ദി ലോവസ്റ്റ് ലെവൽ 1s ആൻഡ് ദെർഫോർ ഹാസ് 2 എലിമെന്റ്സ്. അപ്പൊ എന്താണ് ഫസ്റ്റ് പീരീഡിൽ പ്രിൻസിപ്പൽ കോഡ് നമ്പർ n ഈക്വൽ ടു 1 ആയിരിക്കും. അപ്പൊ 1ൽ ഒറ്റ ഓർബിറ്റിലേ ഉള്ളൂ, 1s ഓർബിറ്റിൽ. അതുകൊണ്ട് അതിന് ഡബിൾ ആയിട്ടുള്ള 2 എലിമെന്റ്സ് ആയിരിക്കും എന്ത് ഫസ്റ്റ് പീരീഡിൽ ഉണ്ടാവുന്നത്. അതാണ് പറയുന്നത്. അപ്പൊ 2 പീരീഡ്സ്, ആ ഫസ്റ്റ് പീരീഡിലുള്ള 2 എലിമെന്റ്സ് ഏതൊക്കെയാണ്? ഹൈഡ്രജൻ, അതായത് 1s1 ആൻഡ് ഹീലിയം 1s2. അപ്പൊ എന്തായി? അത് ഫില്ലായപ്പോ ഫസ്റ്റ് ഷെല്ല് കെ ഷെല്ല് കംപ്ലീറ്റ് ആയി. 2 എലിമെന്റ്സ് കെ ഷെല്ല് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. The second period n equal to 2. Second period n equal to 2 എന്ന് starts with lithium and the third electron enters the 2s orbital. അപ്പൊ മൂന്നാമത്തെ ഇലക്ട്രോൺ വരുമ്പോൾ എന്തായി? 2s orbital ആണ് കയറുക. 1s2 ഓൾറെഡി ഫിൽ ആയല്ലോ, 2s2 കയറുന്നു. The next element beryllium has 4 electron and has the electronic configuration 1s2 2s2. Starting from the next element boron, the 2p orbitals are filled with electrons when the L shell is completed at neon. അപ്പൊ നമ്മൾ ഫസ്റ്റ് പീരീഡിൽ കെ ഷെല്ലിൽ എന്താണ് ഒറ്റ ഓർബിറ്റിലേ ഉണ്ടായിരുന്നുള്ളൂ, 1s, അത് 2 ഫില്ല് ചെയ്തു. സെക്കൻഡ് പീരീഡിലൊക്കെ വന്നപ്പോൾ n ഈക്വൽ 2 വരുമ്പോൾ എന്താ? അതിന് 2s ഉണ്ട്, 2p ഓർബിറ്റിലും ഉണ്ട്, അല്ലെങ്കിൽ 4 ഓർബിറ്റൽസ് ഉണ്ട്. 2s ഉം 3p ഓർബിറ്റിലും ഉണ്ടല്ലോ. അപ്പൊ 4 ഓർബിറ്റൽ ഉള്ളതുകൊണ്ട് അതിന് ഡബിൾ ആയിട്ടുള്ള 8 എലിമെന്റ്സ് സെക്കൻഡ് പീരീഡിൽ വരണം. അതായത് ലിഥിയം തൊട്ട് നിയോൺ വരെ ഉള്ള എലിമെന്റ്സ്. അറ്റോമിക് നമ്പർ 3 ടു അറ്റോമിക് നമ്പർ 10, 8 എലിമെന്റ്സ് ആണ് സെക്കൻഡ് പീരീഡിൽ കാണുക. അതാണ് ഇവിടെ പറയുന്നത്. അപ്പൊ നിയോൺ വരെയുള്ള എലിമെന്റ്സ് ആകുമ്പോൾ എന്താ? എൽ ഷെല്ലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. Thus there are 8 elements in the second period. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. The third period n equal to 3 begins at sodium and the added electron enters a 3s orbital. അപ്പൊ എന്താണ് മൂന്നാമത്തെ പീരീഡില് എന്താ? ഇപ്പൊ നമുക്ക് 2p ഓർബിറ്റിലും കംപ്ലീറ്റ്ലി ഫിൽഡ് ആയി. ഇനി അടുത്ത ഇലക്ട്രോൺ എവിടെ കയറത്തുള്ളൂ? ഇനി ഇലക്ട്രോൺ വന്നാൽ പുതിയ ഇലക്ട്രോൺ എവിടെ കയറുക? 3s ഓർബിറ്റിലാണ് കയറുക. അപ്പം ഒരു ഇലക്ട്രോൺ കൂടെ വന്നാൽ 3s ആണ് ഓർബിറ്റിലായി. പക്ഷെ അവിടെ പ്രിൻസിപ്പൽ കോണ്ട് നമ്പർ 3 ആയി. പ്രിൻസിപ്പൽ കോണ്ട് നമ്പർ 3 ആകുമ്പോൾ എന്താ? അടുത്ത പീരീഡിലുള്ള എലമെന്റ് ആയി. അതാണ് സോഡിയം. സോഡിയത്തിന് 3s1 കോൺഫിഗറേഷൻ ആണ്. And the added electron enters the 3s orbital. അതാണ് ഇവിടെ പറയുന്നത്. Successive filling of 3s and 3p orbitals gives rise to the third period of 8 elements from sodium to argon. അപ്പൊ എന്തായി? 3s and 3p നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ എന്തായി? സോഡിയം തൊട്ട് ആർഗൺ വരെയുള്ള എലിമെന്റ്സ് നമുക്ക് അവിടെ ഫില്ല് ചെയ്യാൻ പറ്റി. The fourth period n equal to 4 starts at potassium and the added electrons fill up the 4s orbital. Now you may know that before the 4p orbital is filled, filling up of 3d orbitals become energetically favorable and we come across the so-called 3d transfer. അപ്പൊ നമുക്കറിയാം 3s ഓർബിറ്റിൽ ഫില്ല് ചെയ്തു, 3p ഓർബിറ്റിൽ ഫില്ല് ചെയ്തു. എനർജി ലെവൽ വെച്ച് നോക്കുകയാണെങ്കിൽ 3d ഓർബിറ്റിൽ ഫില്ല് ചെയ്യുന്നതിന് മുമ്പ് 4s ഓർബിറ്റിൽ ഫില്ല് ചെയ്യണം. അത് നമുക്കറിയാം. 4s നമ്മൾ ഫില്ല് ചെയ്യുമ്പോൾ 4th പീരീഡിലെത്തി. പക്ഷെ 4s ഫില്ല് ചെയ്ത് കഴിഞ്ഞാല് അല്ല നമ്മൾ എനർജി വാല്യൂ ഇങ്ങനെയല്ലേ? 1s 2s 2p 3s 3p 3d 4s 4p 4d 4f ഇങ്ങനെയല്ലേ നമ്മൾ എഴുതുമ്പോൾ? ഇങ്ങനെ എഴുതുക. ഇങ്ങനെയാണ് നമ്മൾ ഓർഡർ എഴുതുന്നത്. അപ്പൊ നമുക്കറിയാം 1s കഴിഞ്ഞാല് പിന്നെ 2s കഴിഞ്ഞാൽ 2p കഴിഞ്ഞാൽ പിന്നെ 3s പിന്നെ 3p പിന്നെ 4s കഴിഞ്ഞാൽ 3d. അപ്പം 3p ഫില്ലായി കഴിഞ്ഞാല് പിന്നെ നമ്മൾ 3d അല്ല 4s ഫില്ല് ചെയ്തിട്ട് 3dയിലേക്ക് എത്തും. അപ്പൊ 4s ഫില്ല് ചെയ്ത് കഴിയുമ്പോൾ 3d എത്തണമല്ലോ. ആ 3d ഇലക്ട്രോൺസ് ഫില്ല് ചെയ്യുന്ന സ്ഥലമാണ് നമ്മൾ സെപ്പറേറ്റ് ബ്ലോക്ക് ആയിട്ട് നമ്മൾ മോഡേൺ പീരിയോഡിക് ടേബിൾ വരുമ്പോൾ ഇവിടെ 4s2 വരും. കാൽഷ്യം ആണ് 4s2 ഫില്ല് ആയത്. അത് കഴിഞ്ഞ് 4s2 3d ഫില്ല് ചെയ്ത് തുടങ്ങണം. ആ d ഓർബിറ്റിൽ ഫില്ല് ചെയ്യേണ്ട ആവശ്യം വരുന്നതുകൊണ്ടാണ് ഈ എലമെന്റ്സ് ഇത്രയും ഒരു സെപ്പറേറ്റ് ബ്ലോക്ക് ആയി 3d എന്താണ് d ബ്ലോക്ക് എലമെന്റ്സ് എന്ന് അറിയപ്പെടും. അതാണ് ഇവിടെ പറയുന്നത്. Now the add electrons fills the 4. Now you may know that after the 4p orbitals filling up of 3d orbitals become energetically favorable and we come across the so-called 3d transition series. 3d transition series തുടങ്ങുന്നത് എവിടെയാണ്?
അറ്റോമിക് നമ്പർ 21 തൊട്ട് തുടങ്ങും. which has the electronic configuration 3d1 4s2. The 3d orbitals are filled at zinc z is equal to 30. അപ്പോൾ zinc z equal to 30 എത്തുമ്പോൾ 3d orbitals fill ആയി. കണ്ടോ 3d and 4s2 ആയി. while electronic എന്താണ് z is equal to 30, while the fourth period ends at krypton with the filling up of the 4p orbitals. അപ്പോൾ 4p orbitals fill ആവുമ്പോൾ അതായി fourth period fill ആയി. Altogether we have 18 elements in this fourth period. അപ്പോൾ എന്താണ് fourth period നമുക്ക് 18 elements അങ്ങനെ ഉണ്ടായി. The fifth period n equal to 5 beginning with rubidium. അതെന്താണ് fourth period എന്താണ് സിമിലർ ആണ്. പക്ഷെ അവിടെ 3d ട്രാൻസിഷൻ സീരീസിന് പകരം 4d ട്രാൻസിഷൻ സീരീസ് 3d ഓർബിറ്റ് അല്ല 4d ഓർബിറ്റ് ആണ് അവിടെ ഫിൽ ചെയ്യുന്നത്. ഈ പീരീഡ് എന്താണ് ദിസ് പീരീഡ് ends at xenon with the filling up of 5p orbitals. 5p orbitals ഫിൽ ആവുന്ന xenonലൂടെ അഞ്ചാമത്തെ പീരീഡും നിൽക്കുന്നു. പിന്നെ സിക്സ്ത് പീരീഡും ഇപ്പൊ എന്താണ് നമ്മുടെ ഫോർത്ത് പീരീഡും ഫിഫ്ത് പീരീഡും രണ്ടിലും 18 എലമെന്റ്സ് ആണ് ഉള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ളത് ആറാമത്തെ ഏഴാമത്തെ പീരീഡ്, അത് രണ്ടിലും എന്താണ് 32 എലമെന്റ്സ് ആണ്. ആൻഡ് സക്സസീവ് ഇലക്ട്രോൺസ് എൻ്റർ ദി 6s 4f 5d ആൻഡ് 6p orbitals in the order. 4f orbitals ഫിൽ ചെയ്ത് തുടങ്ങുന്നത് എവിടെയാണ് സീറിയം z is equal to 58 and ends at lutetium 71. അപ്പൊ ഈ 4f orbitals ഫിൽ ചെയ്യുന്ന അത് നമ്മൾ എന്താണ് സെപ്പറേറ്റ് ആക്കി എന്താണ് ലാന്തനോൺ ഇന്ന ട്രാൻസിഷൻ സീരീസ് അതിനെ നമ്മൾ ലാന്തനോൺ സീരീസ് എന്ന് വിളിച്ചു. അപ്പൊ നമ്മൾ ഈ പീരിയോഡിക് ടേബിളിൽ 58 to 71 എന്ന് പറയുന്നത് ഈ എലമെന്റ്സും എന്താണ് എഫ് ഇലക്ട്രോൺസ് ഫിൽ ചെയ്ത് തുടങ്ങുന്നത്. അപ്പൊ അതിന് നമ്മൾ ലാന്തനോൺ സീരീസ് എന്ന് വിളിച്ചു. അതിനുശേഷം താഴെ 5f ഓർബിറ്റ് ഫിൽ ചെയ്ത് നമ്മൾ ആക്ടിനോഡ് സീരീസ് എന്ന് വിളിച്ചു. അത് രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആക്കി വെച്ചു. അത് നമ്മൾ ഇവിടെയാണ് വരേണ്ടിയിരുന്നത്. എഫ് ഓർബിറ്റൽസ് ഫിൽ ചെയ്യുന്നത് നമ്മൾ സെപ്പറേറ്റ് ഒരു ബ്ലോക്ക് ആക്കി തന്നെ വെച്ചു. അതാണ് ഇവിടെ പറയുന്നത്. സെവൻത് പീരീഡും എന്താണ് സിക്സ്ത് പീരീഡും സിമിലർ ആയിട്ടാണ്. ഇത് സക്സസീവ് ഫില്ലിംഗ് ഓഫ് ദി 7s 5f എനർജിയിൽ ഇൻക്രീസിംഗ് ഓർഡർ വെച്ച് 5f 7s കഴിഞ്ഞാൽ 5f പിന്നെ 6d 7p അങ്ങനെയാണ്. 5f വരുമ്പോൾ ആക്ടിനോഡ്സ് നമ്മൾ സെപ്പറേറ്റ് ആക്കി വെക്കും. 5f അതാണ് ഇവിടെ പറയുന്നത്. ഫില്ലിംഗ് അപ്പ് ഓഫ് ദി 5f ഓർബിറ്റൽസ് ആഫ്റ്റർ actinium gives the 5f inner transition series known as the actinode series. Okay, the 4f and 5f inner transition series of elements are placed separately in the periodic table. അപ്പം inner transition series 4f ന്റെ അതിന് 5f ന്റെ രണ്ടും കൂടെ ഒരുമിച്ച് നമ്മൾ സെപ്പറേറ്റ് ആക്കി എഫ് ബ്ലോക്ക് എലമെന്റ്സ് ആയിട്ടാണ് നമ്മുടെ മോഡേൺ പീരിയോഡിക് ടേബിളിൽ വെച്ചേക്കുന്നത്. അപ്പൊ നമ്മൾ പീരിയഡിലുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് പീരിയഡിൽ എങ്ങനെയാണ് വരുന്നത് നമ്മൾ പറഞ്ഞു. ഇനി ഗ്രൂപ്പ് വൈസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയൊക്കെ നോക്കാം. എലമെന്റ്സ് ഇൻ ദി സെയിം വെർട്ടിക്കൽ കോളം ഓർ ഗ്രൂപ്പ് ഹാവ് സിമിലർ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻസ്. ഒരേ വെർട്ടിക്കൽ കോളം അല്ലെങ്കിൽ ഗ്രൂപ്പിലുള്ളവർക്ക് എന്താണ് ഒരേ വാലൻസ് ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഉണ്ടെന്നാണ് പറയുന്നത്. The same number of electrons in the outer orbitals and similar properties. ഒരേ ഗ്രൂപ്പിലുള്ള ആൾക്ക് എന്തൊക്കെയാണുള്ളത് വാലൻസ് ഇലക്ട്രോൺ കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും. ഔട്ടർ ഓർബിറ്റിലുള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും. മാത്രമല്ല അവർക്ക് സിമിലർ പ്രോപ്പർട്ടീസും ഉണ്ടായിരിക്കും. അതാണ് ഒരു ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സിന്റെ പറയുന്നത്. അപ്പൊ ഗ്രൂപ്പിലാണ് നമ്മുടെ മെന്റലി ആയാലും അത് തന്നെയാണ് ചെയ്തത്. ഒരേ ഗ്രൂപ്പിൽ വരുന്ന എലമെന്റ്സ് സിമിലർ പ്രോപ്പർട്ടീസ്. അപ്പൊ അത് തന്നെ നമ്മൾ ഇവിടെയും ഫോളോ ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ ദ ഗ്രൂപ്പ് 1 എലമെന്റ്സ് ആൽക്കലി മെറ്റൽസ് ഹാവ് NS1 വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗ്രൂപ്പിൽ വരുന്നവരൊക്കെയാണ് ലിഥിയം സോഡിയം പൊട്ടാസ്യം റുബീഡിയം സീഷ്യം ഫ്രാൻസിയം. അവരുടെ അറ്റോമിക് നമ്പേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നമുക്ക് NS1 കോൺഫിഗറേഷൻ അല്ലാതെ എന്താണ് 2s1 ഇവിടെ 3s1 4s1 5s1 6s1 7s1. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എല്ലാത്തിനും സെയിം ആണ്. Thus it can be seen that the properties of an element have periodic dependence upon its atomic number and not on relative atomic mass. അപ്പൊ നമ്മൾ അറ്റോമിക് നമ്പറിന്റെ ഇൻക്രീസിംഗ് ഓർഡറിൽ അറേഞ്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി എന്താണ് പീരിയോഡിസിറ്റി കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് അറ്റോമിക് നമ്പർ ആണ് അറ്റോമിക് മാസിനേക്കാളും ക്ലാസിഫിക്കേഷന് വേണ്ടിയുള്ള ഒരു ഫണ്ടമെന്റൽ പ്രോപ്പർട്ടി എന്ന് പ്രൂവ് ചെയ്തത്. ഓക്കെ, അപ്പൊ നമ്മൾ ഗ്രൂപ്പിലുള്ള വേരിയൻസും പറഞ്ഞു. എന്താണ് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ സെയിം ആയിരിക്കും, ഒരേ പ്രോപ്പർട്ടീസ് ആയിരിക്കും എല്ലാം നമ്മൾ പറഞ്ഞു. ഇനി അടുത്തത് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആൻഡ് ടൈപ്പ് ഓഫ് എലമെന്റ്സ് SPDF ബ്ലോക്സ്. അപ്പൊ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വെച്ച് നമ്മുടെ എലമെന്റ്സിനെ പല ബ്ലോക്കുകളാക്കി മാറ്റുന്നത് എങ്ങനെയാണ്, അതാണ് നമ്മൾ ഇനി അടുത്ത പറയാൻ പോകുന്നത്.
The Aufbau principle and the electronic configuration of atoms provide a theoretical foundation for the periodic classification. ഇതെന്താണ് പറയുന്നത്? ഓവർ പ്രിൻസിപ്പിൾ ആണ് എന്ത് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി ഒരു തിയററ്റിക്കൽ ബേസ്. ഓവർ പ്രിൻസിപ്പിൾ എന്താണ് പറയുക? ഇൻക്രീസിംഗ് ഓർഡർ ഓഫ് അറ്റോം ആൻഡ് ഓർബിറ്റൽ എനർജി, അതനുസരിച്ചാണ് എന്ത് നമ്മൾ ഇലക്ട്രോൺസിന് ഒരു ഓർബിറ്റൽസ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടതാണ് പറയുന്നത്. The elements in a vertical column or the periodic table constitute a group or family and exhibit similar chemical behavior. അപ്പോൾ എന്താണ് വെർട്ടിക്കൽ കോളത്തിൽ നമ്മൾ ഗ്രൂപ്പ് എന്ന് വിളിച്ചത് മാത്രമല്ല ഒരു ഗ്രൂപ്പിലുള്ള എല്ലാ എലമെന്റ്സിനും സിമിലർ പ്രോപ്പർട്ടീസ് ഉണ്ട് നമ്മൾ പറഞ്ഞു. This similarity arises because the elements have the same number and same distribution of electrons in their outermost orbitals. അപ്പോൾ ഈ സിമിലാരിറ്റി, ഇവരുടെ പ്രോപ്പർട്ടീസ് സിമിലാരിറ്റി വരാനുള്ള കാരണം എന്താണ്? ഇവരുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ എന്താണ് ഒരേ എന്താണ് ദി സെയിം നമ്പർ ആൻഡ് സെയിം ഡിസ്ട്രിബ്യൂഷൻ. ഔട്ടർമോസ്റ്റ് ഓർബിറ്റിൽ ഉള്ള ഇലക്ട്രോൺസിന്റെ എണ്ണം സെയിം ആയിരിക്കും, ഡിസ്ട്രിബ്യൂഷൻ സെയിം ആയിരിക്കും. ഇപ്പം നമ്മൾ ഫസ്റ്റ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഇലക്ട്രോൺ ഔട്ടർ ഓർബിറ്റിൽ ഏതാണ്? എസ് ഓർബിറ്റിലായിരിക്കും. മാത്രമല്ല ആ എസ് ഓർബിറ്റിൽ ഒറ്റ ഇലക്ട്രോണേ കാണത്തുള്ളൂ, കണ്ടു കാണത്തുള്ളൂ. We can classify the elements into 4 blocks. നമുക്ക് എലമെന്റ്സിനെ 4 ബ്ലോക്കുകളാക്കി ക്ലാസിഫൈ ചെയ്യും. ഏതൊക്കെ? എസ് ബ്ലോക്ക്, പി ബ്ലോക്ക്, ഡി ബ്ലോക്ക് ആൻഡ് എഫ് ബ്ലോക്ക്, ഡിപ്പെൻഡിങ് ഓൺ ദി ടൈപ്പ് ഓഫ് അറ്റോമിക് ഓർബിറ്റൽസ് ദാറ്റ് ആർ ബീങ് ഫിൽഡ് വിത്ത് ഇലക്ട്രോൺസ്. ഏത് അറ്റോമിക് ഓർബിറ്റലാണ് ഫില്ല് ചെയ്യുന്നത് അതനുസരിച്ച്, ലാസ്റ്റ് ഫില്ല് ചെയ്തത് അതനുസരിച്ച് നമ്മൾ എലമെന്റ്സിനെ ബ്ലോക്ക് ആക്കി മാറ്റി. ഫോർ എക്സാമ്പിൾ നമ്മൾ നേരത്തെ പറഞ്ഞ തന്നെ എടുക്കാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ഫസ്റ്റ് ഗ്രൂപ്പ് എടുത്തപ്പോൾ ഔട്ടർമോസ്റ്റ് ഷെല്ല് എന്ന് പറയുന്നത് അവരുടെ കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് NS1 ആയിരുന്നു. ഇവിടെ ഉണ്ടോ? ഇവിടെ എല്ലാവരുടെയും ഔട്ടർ ഇലക്ട്രോൺ കയറിയത് എസ് ഓർബിറ്റിലായിരുന്നു അല്ലേ? ഔട്ടർ ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ് കയറുന്നത് അതനുസരിച്ചാണ് നമ്മൾ ബ്ലോക്കുകളാക്കി മാറ്റിയത്. This is illustrated in figure 3.3. Figure 3.3 ഇതാണ് അവിടെ ഇതാണ് നമ്മുടെ ഫിഗറുകൾ പറയുന്നത്. ഇപ്പൊ നമ്മുടെ എസ് ബ്ലോക്ക് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ എന്താണ് നമ്മുടെ ഗ്രൂപ്പ് 1ഉം 2 ആണ് ഉള്ളത്. അപ്പൊ അവരുടെ എന്താണ് ഇലക്ട്രോണിക് ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഫസ്റ്റ് ഗ്രൂപ്പിന്റെ ആണെങ്കിൽ NS1, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ആണെങ്കിൽ NS2. അപ്പൊ അവിടെ അവസാനത്തെ ഇലക്ട്രോൺ കയറിയത് എസ് ഓർബിറ്റിലാണ്. അപ്പൊ അതുകൊണ്ട് അത് എസ് ബ്ലോക്ക് ആക്കി. പിന്നെ ഡി ബ്ലോക്കിൽ ഇലക്ട്രോൺസ് ഡി ബ്ലോക്കിൽ എഫ്, പി ബ്ലോക്കിലാകുമ്പോൾ ഔട്ടർ ഇലക്ട്രോൺസ് പി ഓർബിറ്റിലായിരിക്കും കയറുന്നത്. അതേപോലെ എഫ് ബ്ലോക്കിൽ എഫിന്റെ ഫില്ലിംഗ് നടക്കുന്നതനുസരിച്ചാണ് നമ്മൾ എഫ് ബ്ലോക്ക് ഉണ്ടാക്കിയത്. We notice 2 exceptions to this categorization. ഇപ്പൊ 2 exceptions ഉണ്ട്. Strictly helium belongs to the S block. കാരണം ഹീലിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? അറ്റോമിക് നമ്പർ എന്ന് പറയുന്നത് 2 ആണ്. അപ്പം 1s2 കോൺഫിഗറേഷൻ ഔട്ടർ ഇലക്ട്രോൺ എസ് ഓർബിറ്റിലാണ് കയറിയത്. അപ്പം തിയററ്റിക്കലി പറയുകയാണെങ്കിൽ എന്താ, അത് എസ് ബ്ലോക്കിലാണ് വരേണ്ടത്. പക്ഷെ നമ്മൾ അതിനെ എവിടെ നിർത്തിയേക്കുന്നത്? പി ബ്ലോക്കിലാണ് നിർത്തിയേക്കുന്നത്. 18 ഗ്രൂപ്പ് നോബിൾ ഗ്യാസ് ആയതുകൊണ്ട് നമ്മൾ അതിനെ ബാക്കിയുള്ള നോബിൾ ഗ്യാസസിന്റെ കൂടെ 18 ഗ്രൂപ്പിലാണ് വെച്ചേക്കുന്നത്. ദി അതർ ഗ്രൂപ്പിൽ ജസ്റ്റിഫൈഡ് ബിക്കോസ് ഇറ്റ് ഹാസ് എ കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ഷെൽ. ഇപ്പൊ എന്താണ് നോബിൾ ഗ്യാസസിന് കംപ്ലീറ്റ്ലി ഫിൽഡ് വാലൻസ് ഷെല്ലാണ്, അതുകൊണ്ട് 18 ഗ്രൂപ്പ് എലമെന്റ്സും ആയിട്ട് അത് നിർത്തിയേക്കുന്നു. മാത്രമല്ല അത് ബാക്കിയുള്ള നോബിൾ ഗ്യാസസിന്റെ പ്രോപ്പർട്ടീസ് അത് കാണിക്കുന്നുണ്ട്. വേറെ എക്സെപ്ഷൻ ഏതാണ്? ഇതാണ് ഒന്നാമത്തെ എക്സെപ്ഷൻ, ഹീലിയം. അതർ എക്സെപ്ഷൻ ഈസ് ഹൈഡ്രജൻ. ഇറ്റ് ഹാസ് ഓൺലി 1 s electron and hence can be placed in group 1. ഒറ്റ എസ് ഇലക്ട്രോണേ ഉള്ളൂ. അതുകൊണ്ട് അതിന് ആണെങ്കിൽ ആൽക്കലി മെറ്റൽസിന്റെ കൂടെ നിർത്താം. മാത്രമല്ല ഇറ്റ് ക്യാൻ ഓൾസോ ഗെയിൻ എൻ ഇലക്ട്രോൺ ടു അച്ചീവ് എ നോബിൾ ഗ്യാസ് അറേഞ്ച്. മാത്രമല്ല ഒരു ഇലക്ട്രോൺ എന്താണ് കിട്ടിയാൽ, ഹൈഡ്രജന് ഒരു ഇലക്ട്രോൺ കിട്ടിയാൽ അത് ഹീലിയം പോലെ ആയി. ഹീലിയം പോലെ ആയാലും 18 ഗ്രൂപ്പിലും വരാം. സോറി, it can also gain an electron to achieve a noble gas arrangement and hence it can behave similar to group 17 family. ഇപ്പൊ എന്താണ് നമുക്ക് ആൽക്കലി മെറ്റൽസ് എന്ന് പറയുന്നത് എന്താണ്? ഗ്രൂപ്പ് 1 എന്ന് പറയുന്നത് ഇലക്ട്രോണെ കളയാൻ ടെൻഡൻസി ഉള്ള ആൾക്കാരാണ്. ഇപ്പൊ ഔട്ടർ എസ് ഓർബിറ്റിൽ ഒരു ഇലക്ട്രോൺ ഉള്ളതുകൊണ്ട് അത് ആൽക്കലി മെറ്റൽസിന്റെ കൂടെ നിർത്താം. അല്ലെങ്കിൽ എന്താണ് ഹൈഡ്രജൻ ഒരു ഇലക്ട്രോൺ വാങ്ങി ഹാലൻസിനെ പോലെയും പെരുമാറും. നമുക്ക് ഹാലൻസ് പറയുമ്പോൾ ഫ്ലൂറിൻ എടുക്കുകയാണെങ്കിൽ എന്താ ഒറ്റ ഇലക്ട്രോണിന്റെ ഷോർട്ടേജ് ഉള്ള നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ ആവാൻ. അതേപോലെ വേണമെങ്കിലും ബിഹേവ് ഹൈഡ്രജൻ. അതുകൊണ്ട് അത് വേണമെങ്കിൽ തന്നെ ഗ്രൂപ്പ് 17 വേണമെങ്കിലും അതിനെ നിർത്താം. Because it is a special case, we shall place hydrogen separately at the top of the periodic table. അതുകൊണ്ട്
രണ്ട് ഗ്രൂപ്പിൽ നിർത്താനുള്ള ചാൻസ് ഉള്ളതുകൊണ്ട് നമ്മൾ അതിനെ സെപ്പറേറ്റ് ആക്കി പീരിയോഡിക് ടേബിളിനെ സെപ്പറേറ്റ് ആക്കി ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഓരോ ബ്ലോക്കിന്റെയും കുറിച്ചുള്ള അവരുടെ പ്രോപ്പർട്ടീസ് അതെല്ലാം നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ നമ്മൾ ഇത്രയും ഇപ്പൊ ഡിസ്കസ് ചെയ്തത് എന്തൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്? ഒന്ന്, നമ്മൾ എന്തിനാണ് ക്ലാസിഫൈ ചെയ്യേണ്ട ആവശ്യം എന്താണ് നമ്മൾ പറഞ്ഞു. പിന്നെ മോഡേൺ പീരിയഡ് ടേബിളിലേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ ട്രയഡ് പറഞ്ഞു, ഡോബറിനസ് ട്രയഡ് പറഞ്ഞു, പിന്നെ ചാക്കർടോയ്സിന്റെ സിലിണ്ടറിക്കൽ ഫോം ഓഫ് ടേബിൾ പറഞ്ഞു, പിന്നെ ന്യൂലാൻഡ്സ് ലോ ഓഫ് ഒക്ടേവ്സ് പറഞ്ഞു, പിന്നെ പറഞ്ഞില്ല മെന്റലീവിൻ ഓതർമേർ ഒരേ സമയത്ത് എക്സ്പെരിമെന്റ് നടത്തി മെന്റലീവിന്റെ പീരിയഡ് ടേബിൾ എങ്ങനെയാണ് കൂടുതൽ സ്വീകാര്യത വന്നെന്ന് പറഞ്ഞു. അതിന്റെ ഷോർട്ട് കമ്മിങ്സ് എന്താണ്, അഡ്വാൻറ്റേജസ് എന്തായിരുന്നു, അതൊക്കെ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞപ്പോ ആരാണ് നമ്മുടെ ഹെൻറി മോസ്ലി എക്സ്റേ സ്പെക്ട്ര നടത്തി അറ്റോമിക് നമ്പറുമായിട്ട് റൂട്ട് ഓഫ് ഫ്രീക്വൻസി പ്ലോട്ട് ചെയ്തപ്പോൾ എന്താണ് സ്ട്രേറ്റ് ലൈൻ കിട്ടി. ഇപ്പൊ അറ്റോമിക് നമ്പർ ആണ് അറ്റോമിക് മാസിനേക്കാളും കൂടുതൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ക്ലാസിഫിക്കേഷന് വേണ്ടി എന്ന് പറഞ്ഞു. അത് വെച്ചാണ് മോഡേൺ പീരിയോഡിക് ലോയും മോഡേൺ പീരിയോഡിക് ടേബിളും ഒക്കെ ഉണ്ടായത് നമ്മൾ പറഞ്ഞു. പിന്നെ അറ്റോമിക് നമ്പർ 100 മേലെയുള്ള എലിമെന്റ്സിന്റെ ഡിസ്കവറി ഉണ്ടായാലും എങ്ങനെ നോമൻക്ലേച്ചർ നടക്കാന്ന് പറഞ്ഞു. ഒരു ഒഫീഷ്യൽ നെയിം വരുന്നവരെ എങ്ങനെ നോമൻക്ലേച്ചർ നടത്തുക എന്ന് പറഞ്ഞു. അതിനുശേഷം ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്, എങ്ങനെയാണ് മോഡേൺ പീരിയോഡിക് ടേബിളുമായിട്ട് ലിങ്ക് ചെയ്തത്. പീരിയഡ്സ് ആകുമ്പോൾ പ്രിൻസിപ്പൽ കോണ്ടന്റ് നമ്പർ ആണ് നമ്പർ ഓഫ് പീരിയഡ് എന്ന് പറയുന്നത്. പിന്നെ ഗ്രൂപ്പ് പറയുമ്പോൾ ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് ഏത് ഗ്രൂപ്പിലാണ് തീരുമാനിക്കുക, ഔട്ടർ ഓർബിറ്റിൽ ഏതാണെന്ന് പറഞ്ഞു. പിന്നെ ഔട്ടർ ഓർബിറ്റിൽ ലാസ്റ്റ് ഇലക്ട്രോൺ ഏത് ഓർബിറ്റിലാണ് കയറുന്നത്, അതാണ് ഏത് ബ്ലോക്കിലാണ് എലിമെന്റ് വരുന്നത് തീരുമാനിക്കും നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ 2 എക്സെപ്ഷനും പറഞ്ഞു ഇങ്ങനെ എഴുതുന്നതിൽ. എന്താണ്, ഒന്നാമത്തെ ഹീലിയോ എന്ന് പറയുന്നത് ഔട്ടർ ഇലക്ട്രോൺ എസ് ഓർബിറ്റിലാണ് കയറുന്നത്, എന്നിട്ടും നമ്മൾ അതിനെ ഗ്രൂപ്പ് 18 നിർത്തുന്നു. കാരണം കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിൽ ആയതുകൊണ്ട് ബാക്കിയുള്ള നോബിൾ ഗ്യാസിനെ പോലെ കംപ്ലീറ്റ്ലി ഫിൽഡ് ഓർബിറ്റിലാണ് ഉള്ളത്. മാത്രമല്ല പ്രോപ്പർട്ടീസും ബാക്കിയുള്ള നോബിൾ ഗ്യാസിനെ പോലെ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് അതിനെ നമ്മൾ 18 ഗ്രൂപ്പിൽ നിർത്തി. പിന്നെ ഹൈഡ്രജൻ എന്ന് പറയുന്നതാണ് ഗ്രൂപ്പ് 1 ഗ്രൂപ്പ് 17 സിമിലാരിറ്റി ഉണ്ട്. കാരണം ഗ്രൂപ്പ് 1 ഔട്ടർ ഇലക്ട്രോൺ 1 NS1 കോൺഫിഗറേഷൻ ആണുള്ളത്, അതാണ് ഹൈഡ്രജൻ ഉള്ളത്. മാത്രമല്ല ഗ്രൂപ്പ് 17 എന്താ, ഒരു ഇലക്ട്രോൺ വാങ്ങാനുള്ള ടെൻഡൻസി ഹൈഡ്രജൻ ഉണ്ട്. അതുകൊണ്ട് ഗ്രൂപ്പ് 17 ഉള്ള എലിമെന്റ്സിനെ പോലെ അത് പെരുമാറുന്നു. അതുകൊണ്ട് ഗ്രൂപ്പ് 17 വേണമെങ്കിൽ നമ്മൾ നിർത്താം. അതുകൊണ്ട് നമ്മൾ രണ്ടിടത്ത് നിർത്താണ്ട് സെപ്പറേറ്റ് ആക്കിയാണ് നിർത്തുന്നത് നമ്മൾ പറഞ്ഞു. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത്. ബാക്കിയുള്ളത് അടുത്ത ക്ലാസ് നമുക്ക് ഡിസ്കസ്. താങ്ക് യു.